എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് സ്വാഗതം ആശംസിക്കുന്ന എൻ്റെ ചുമതലയിലേക്ക് കിടക്കാം എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഗ്രന്ഥം എനിക്ക് തോന്നുന്നു ഇതേ മാതൃകയിലുള്ള ഒരു ഗ്രന്ഥം മലയാളത്തിൽ ആദ്യത്തേതാണ്. അതിൽ സംശയം വേണ്ട. കാരണം അംബേദ്കറെ കുറിച്ച് ഗ്രന്ഥങ്ങൾ ധാരാളം രചിക്കപ്പെട്ടിട്ടുണ്ട്. യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന അംബേദ്കറോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആ നേതാവിനെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് മാത്രം ഒരു ബുക്ക് ഇറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണൻ മേലോത്ത് ആണ് അത് രചിച്ചത്. പക്ഷേ അംബേദ്കറിൻ്റെ ജീവിതത്തെയും യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ ജീവിതത്തെയും ഒരുപോലെ ഒരേ സമയത്ത് ഒരേ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഉദ്യമമാണ് ഇത്. യോഗേന്ദ്രനാഥ് മണ്ഡൽ ആരായിരുന്നു, അംബേദ്കർ ആരായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. വിസ്മൃതിയിലേക്ക് പോയ ഒരു നേതാവാണ്, ദളിത് നേതാവാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ. അതെല്ലാം എനിക്ക് പിന്നാലെ വരുന്നവർ വിശദമായി പറയും എന്നതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് ഒരു വിവർത്തന ഗ്രന്ഥമാണ് എന്നും നമുക്കറിയാം. ശ്രീധർ പരാഗ് എഴുതിയതായ ഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനമാണ്. വിവർത്തക നമ്മുടെ വേദി ഇരിക്കുന്നുണ്ട്, ജയശ്രീ ടീച്ചർ. ഇനി നമുക്ക് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കിടക്കാം എന്ന് തോന്നുന്നു. ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കുരുക്ഷേത്ര ബുക്സിൻ്റെ അല്ലെങ്കിൽ കുരുക്ഷേത്ര പ്രകാശൻ്റെ മാനേജിംഗ് ഡയറക്ടർ കാബ സുരേന്ദ്രജിയാണ്. അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. കാരണം നിരവധി സംവാദ വേദികളിൽ, പ്രഭാഷണ വേദികളിൽ ഒക്കെ അദ്ദേഹത്തെ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ദൃശ്യ മാധ്യമങ്ങളിലും പലപ്പോഴും അദ്ദേഹം സംസാരിക്കാറുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചെല്ലാം തൻ്റേതായ നിലപാടുകൾ തുറന്നു പറയുന്ന ആളാണ് കാബ സുരേന്ദർജി എന്നും നമുക്കറിയാം. നമുക്കെല്ലാവർക്കും പരിചിതനായ ഇതിൻ്റെ ഈ സംഘാടനത്തിൽ 2 സംഘടനകളാണ് കുരുക്ഷേത്ര പ്രകാശനും അതുപോലെ തന്നെ ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സംഘാടകരിൽ തന്നെയും പ്രമുഖനായ കാബ സുരേന്ദർജിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വളരെ സ്നേഹത്തോടെ, എല്ലാവരുടെയും അനുവാദത്തോടെ, നിറഞ്ഞ ആദരവോടെ സ്വാഗതം ചെയ്യും. പിന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് AP അഹമ്മദ് മാഷാണ്. AP അഹമ്മദ് മാഷിൻ്റെ പ്രഭാഷണം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ലെങ്കിലും യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളാണത്. കേൾക്കാൻ പോകുന്ന നിങ്ങളോട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹം അധ്യാപകനായിരുന്നു. മലപ്പുറം ജില്ലയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഞാൻ അദ്ദേഹം വന്നപ്പോൾ തന്നെ ചോദിച്ചൊരു കാര്യം, പടക്കാറ്റ് എന്ന് പറയുന്ന നോവൽ മാഷിൻ്റേതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. പലർക്കും അറിയാത്തൊരു കാര്യമാണത്. പടക്കാറ്റ് എന്ന നോവൽ മാഷ് എഴുതിയതാണ്. ആ നോവലിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഗൾഫ് നാടുകളിലെ ദുരിത ജീവിതത്തെ മാത്രമല്ല അത് ചിത്രീകരിക്കുന്നത്, ഗൾഫ് നാടിൻ്റെ രാഷ്ട്രീയം കൂടി വളരെ പച്ചയായി
സത്യസന്ധമായി പറയുന്ന അതുപോലൊരു നോവൽ വേറെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആടുജീവിതമെല്ലാം പറയുന്നത് വേറൊരു പശ്ചാത്തലമാണ്, ഇതല്ല. അതുകൊണ്ട് തീർച്ചയായും അത് വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വൈജ്ഞാനിക സാഹിത്യത്തിലാണ് മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സത്യത്തിൽ സർഗാത്മക സാഹിത്യത്തിലും വൈജ്ഞാനിക സാഹിത്യത്തിലും ഒരേപോലെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അഹമ്മദ് മാഷ് അത് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഷിന്റെ പ്രഭാഷണങ്ങൾ കേട്ടതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് തോന്നിയത്, എന്തു പറയുമ്പോഴും മാഷിന് നിലപാടുണ്ട്. അതിലെ സത്യസന്ധതയാണ് നമ്മളെ ആകർഷിക്കുന്നത്. പറയുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ, അത് എത്ര ആഴത്തിൽ സംസാരിച്ചാലും ആ ആഴത്തിൻ്റെ അടിത്തട്ട് വരെ കാണാവുന്ന തെളിവ് അതിനുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സത്യസന്ധമായ സമീപനം നമ്മളെ ആരെയും ആകർഷിക്കും. ഇന്നും നമുക്കത് ഏതാനും നിമിഷങ്ങളാണെങ്കിൽ പോലും ആ പ്രഭാഷണത്തിലൂടെ കേൾക്കാൻ സാധിക്കും. ആ ഭാഗ്യം നമുക്ക് തരാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്ന അഹമ്മദ് മാഷിന് ഈ സംഘാടക സമിതിയുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ, അതീവ ആദരവോടെ സ്വാഗതം ആശംസിക്കുക. ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തിയ ഒരുപക്ഷെ അദ്ദേഹത്തെ നിങ്ങൾക്ക് എത്രത്തോളം പരിചയമുണ്ടോ അത്രത്തോളം പരിചയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കില്ല. അതുകൊണ്ട് കാരണം അത്രയേറെ പരിചിതനാണ് PR ശിവശങ്കർ. അദ്ദേഹം നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. മറ്റൊരു വിശേഷണങ്ങൾ ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. TV കാണുന്നവർക്ക് ഇല്ലേ, പല പ്രഭാഷണങ്ങളും കേൾക്കുന്നവർക്ക് ഒക്കെ സുപരിചിതനായ PR ശിവശങ്കറിനെ ഞാൻ ഈ സദസ്സിൻ്റെ പേരിൽ, സംഘാടക സമിതിയുടെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ജയശ്രീ ടീച്ചർ ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്തയാളാണ്. പെരുമ്പാവൂർ മാർത്തോമ കോളേജിൽ ഹിന്ദി വിഭാഗം മേധാവിയായിട്ട് വിരമിച്ചയാളാണ് ജയശ്രീ ടീച്ചർ. ഈ ഒരു ഗ്രന്ഥം മാത്രമല്ല ടീച്ചർ വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഭാരതീയ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ഗ്രന്ഥം ടീച്ചർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഗുരുജി സാഹിത്യ സർവസ്വത്തിൻ്റെ വിവർത്തന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായിട്ടുണ്ട്. അങ്ങനെ പല പ്രധാന പ്രവർത്തനങ്ങളും ഗ്രന്ഥരചനയുടെ കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ള, തീർച്ചയായും ഈ പുസ്തകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവർത്തനം എന്ന് പറയുന്നത് പലപ്പോഴും മൂലകൃതിയുടെ ജീവൻ വിവർത്തനത്തിലേക്ക് വരുമ്പോൾ ഇല്ലാതെയാവുകയും ജീവനുള്ള ഭാഷ ചത്തുപോവുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോഴും അതുണ്ടാകുന്നില്ല എന്നതാണ് സത്യം. ജയശ്രീ ടീച്ചറിന് ഈ സദസ്സിൻ്റെ പേരിൽ, സംഘാടക സമിതിയുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള അരവിന്ദാക്ഷൻ ചേട്ടനാണ് നന്ദി പറയുന്നത്. അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുക. പിന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നതായ ഈ സദസ്സ്, അതാണല്ലോ ഏത് പരിപാടിയുടെയും വിജയം എന്ന് നമുക്കറിയാം. നിറഞ്ഞ സദസ്സാണ് എന്ന് മാത്രമല്ല, പ്രൗഢമായ സദസ്സാണ് എന്ന് മാത്രമല്ല, സാമൂഹികമായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും, ശബ്ദം അധികമുള്ളതുകൊണ്ട് മൈക്ക് വേണ്ടെന്ന് തോന്നുന്നു അല്ലേ, സാമൂഹികമായി എല്ലാ മേഖലകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതായ ഈ വലിയ സദസ്സിന് എത്രയും സ്നേഹത്തോടെ, എത്രയും ആദരവോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു.
തൻ്റേതായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയും നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് കസേരകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ AP അഹമ്മദ് മാസ്റ്റർ, പ്രമുഖ സംവാദകനായ ശ്രീ PR ശിവശങ്കർ, കുരുക്ഷേത്രയുടെ എക്കാലത്തെയും ഒരു പിൻബലവും മുൻബലവും ഒക്കെയായി, എന്ന് വെച്ചാൽ പുസ്തകം പുറത്തു വരുന്നതാണല്ലോ അതിൻ്റെ കരുത്ത്, അതിനെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന നിരുപാധികം നിസ്വാർത്ഥം എല്ലാം സഹായിക്കുന്ന ജയശ്രീ ടീച്ചർ, ശ്രീ വിദ്യാസാഗർജി, അരവിന്ദാക്ഷൻ സാർ, സദസ്സിലിരിക്കുന്ന ഒത്തിരി പ്രമുഖരുള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. ആദരണീയ സഭയ്ക്ക് നമസ്കാരം. ഇന്നത്തെ ഈ വിഷയം ഒരു ദളിത് മുസ്ലിം എന്ന സംവാദ വിഷയമായതുകൊണ്ട് ഒരു പ്രമുഖനായ ദളിത് വാദി, ആശയപരമായി എതിർക്കുന്നയാളാണെങ്കിലും അങ്ങനത്തെ ഒരാളെ പങ്കെടുപ്പിക്കണം എന്ന് കുരുക്ഷേത്ര ആലോചിച്ചിരുന്നു. വിളിക്കുകയും ചെയ്തു, വരാമെന്നും സമ്മതിച്ചു. പക്ഷേ അടുത്ത നാളിൽ വന്ന 4 സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അടിയന്തിരമായി ചില നിലപാടുകൾ തീരുമാനിക്കാനുണ്ട്, പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുണ്ട്, നയപരമായ ചില പ്രശ്നങ്ങളുമുണ്ട്, അതുകൊണ്ട് വരാൻ സമ്മതമല്ല എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അതാരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയം പറയുന്ന ഒരാളാണ്. വിഷയത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും വിശദാംശവും ഞാനിവിടെ പറയുന്നില്ല. അത് രണ്ടും പറയാൻ ഇവിടെ 2 സംവാദകർ ഉണ്ട്. വിഷയപ്രവേശനം നടത്തലാണല്ലോ അധ്യക്ഷൻ്റെ ജോലി. 1857 മഹത്തായ വിപ്ലവത്തിന് ശേഷം മുഴുവൻ ഭാരതവും, ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് എതിരിടാൻ തയ്യാറായാൽ ഉടൻ തന്നെ അനധിവിദൂര ഭാവിയിൽ തന്നെ രാജ്യം വിട്ടുപോകേണ്ടി വരും എന്ന് മനസ്സിലായ ബ്രിട്ടീഷുകാർ 4 പദ്ധതികളാണ് അതിനെ തടയാൻ വേണ്ടി ചെയ്തത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീഷ്ണതയെ കുറയ്ക്കാൻ, ദുർബലപ്പെടുത്താൻ, ഭാരതീയരെ വിഘടിപ്പിക്കാൻ 4 കാര്യം ചെയ്തു. അതിലൊന്ന് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടക്കം. ബ്രിട്ടീഷുകാരാണ് തുടങ്ങിയത് എന്ന് നമുക്കറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തേത് വിദ്യാസമ്പന്നരായ മുസ്ലിം തലമുറകളെ സൃഷ്ടിക്കാനാണ് അലിഗഡ് വിദ്യാഭ്യാസ പ്രസ്ഥാനം തുടങ്ങിയത്. ആ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്ത രണ്ടാമത്തെ കാര്യം. അവർ സഹായിക്കാൻ വേണ്ടി ഏറ്റെടുക്കുകയും സഹായം എന്ന വ്യാജേന മുസ്ലിം വിഭാഗത്തെ ദേശീയധാരയിൽ നിന്ന് അകറ്റുവാനുള്ള പ്രവർത്തനം നടത്തുവാൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ മറ്റൊന്നായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നതെങ്കിലും അതിന് വിരുദ്ധമായി വിഘടനം സൃഷ്ടിക്കുവാൻ ആ പ്രസ്ഥാനം ഏറ്റെടുത്ത് ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുള്ള തരത്തിൽ അതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്ത കാര്യം. ഈ മുസ്ലിം ഹിന്ദു വിഭജനം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന ധാരണയിലാണ് 1905 അവർ ബംഗാൾ വിഭജനം നടത്തിയത്. ഒരു ടെസ്റ്റ് ഡോസായി. അത് വിജയിച്ചില്ല. ഭാരതം ഒന്നാകെ സംഘടിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് 3ാമത്തെ വിഭജന തന്ത്രം അവർ ആവിഷ്കരിച്ചത്. അതിനെ തുടർന്നാണ് 1906 ആഗാഖാനും മിൻറ്റോ പ്രഭുവും കൂടിയാലോചിച്ച് മുസ്ലിം ലീഗ് ആരംഭിക്കുന്നത്. കൂടിയാലോചനയുടെ ഫലമായിരുന്നു മുസ്ലിം ജനസാമാന്യത്തെ ദേശീയ അല്ലെങ്കിൽ അവരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല, വിഭജനമായിരുന്നു ബ്രിട്ടീഷ് ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് തുടങ്ങിയത്. 4ാമത് അവർ ചെയ്തത് ഹിന്ദു സമൂഹത്തെ തന്നെ ജാതിയുടെ പേരിൽ വിഘടിപ്പിക്കാൻ. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. 1909
ആഗാഖാനും മിൻറ്റോ പ്രഭുവും കൂടി ആലോചിച്ചൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ആ പദ്ധതിയാണ് ദളിത് മുസ്ലിം ഐക്യം എന്ന പദ്ധതി. അതിനെ തുടർന്നാണ് അതുവരെ ജനസംഖ്യാ കണക്കെടുപ്പ് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടായിരുന്നു. മുസ്ലിം ലീഗിനെ കൊണ്ട് മിൻറ്റോ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടത് അങ്ങനെ ഇനി ജനസംഖ്യാ കണക്കെടുക്കാൻ പാടില്ല, അതിൽ ഹിന്ദുക്കളിൽ പിന്നോക്കക്കാരെ, ദളിതരെ വേറെയായിട്ട് കണക്കാക്കണം, അവരെ ഹിന്ദുവായിട്ട് കണക്കാക്കരുത്. അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഹിന്ദു സമൂഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഘടിപ്പിച്ച് ദളിത് സവർണ അവർണ വിഭജനം സൃഷ്ടിക്കുകയും ദളിത് മുസ്ലിം ഐക്യം എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. അതിലൂടെ സമുദായത്തെ സാമൂഹികമായി വിഭജിക്കുക എന്ന 4ാമത്തെ കാര്യമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. ഈ 4 പദ്ധതിയാണ് സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുവാനും ഒക്കെ ചെയ്തത്. അതിലെ 4ാമത്തെ പദ്ധതിയാണ് ഈ ദളിത് മുസ്ലിം ഐക്യം എന്നുള്ളതും ഹിന്ദു സമൂഹത്തെ വിഭജിക്കുക എന്നുള്ളതും. സമുദായങ്ങളെ ശത്രുക്കളാക്കലായിരുന്നു ലക്ഷ്യം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 1947 വിഭജനമുണ്ടായപ്പോൾ ഭാരതത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ, അതാരാന്നൊക്കെ വിശദമായിട്ട് പറയാൻ എൻ്റെ ആവശ്യമില്ല, അതിവിടെ വരും. യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ദളിത വിഭാഗം ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് നീങ്ങുകയും, അഥവാ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ അവിടെ തുടരുകയും, തിരിച്ച് അവിടെ ഭാരതമല്ല ദളിത് മുസ്ലിം ഐക്യം, മുസ്ലിങ്ങളെ കൊണ്ടാണ് തങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്ന പ്രചാരണത്തിൽ വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാനിലേക്ക്, കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഈ പ്രയാണം. അതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ 1947 നവംബർ മാസം 28 അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേർണലിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴി ഉപയോഗിച്ചും, നിയമപരമായി മാത്രമല്ല സാധ്യമായ എല്ലാ വഴി ഉപയോഗിച്ചും ഇന്ത്യയിലെത്തണമെന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലെയോ ഹൈദരാബാദിലെയോ പട്ടികജാതിക്കാർ മുസ്ലിങ്ങളിലോ മുസ്ലിം ലീഗിലോ വിശ്വാസമർപ്പിക്കുന്നത് മരണതുല്യമാണ്. ഇത് കേൾക്കാതെയായിരുന്നു മണ്ഡലും കൂട്ടരും അവിടെ പോയതും. പിന്നീട് അത് വിശ്വസിക്കാതെ പലായനം ചെയ്ത, അഥവാ ദളിത് മുസ്ലിം ഐക്യത്തിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ പെട്ടുപോയ മണ്ഡലിൻ്റെയും ഈ ഹിന്ദു സമൂഹത്തിനും എന്ത് പറ്റി എന്നുള്ളത് ചരിത്രമാണ്. ആ ചരിത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ ദുരന്തം, അബദ്ധം കാണിച്ചത് സ്വയം മാത്രമല്ല, ഒരു വലിയ സമൂഹത്തിനെ അവിടെ കൊണ്ടുപോയി കുരുതിക്ക് കൊടുക്കുക, പച്ചയ്ക്ക് കുരുതിക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു നടന്നത്. ആ കുരുതി കണ്ട് സഹിക്കവയ്യാതെ അവിടെ നിയമമന്ത്രിയായി, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരേ സമയം 2 രാജ്യത്തിലും 2, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 2 ദളിത നേതാക്കന്മാർ നിയമമന്ത്രിമാരായി. ഭാരതത്തിൽ ഡോക്ടർ അംബേദ്കറും പാകിസ്ഥാനിൽ യോഗേന്ദ്രനാഥ് മണ്ഡലും അവിടെ പോയി. പക്ഷെ മന്ത്രിയായിരിക്കെ പോലും തനിക്കും തൻ്റെ സമുദായത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് രാത്രിക്ക് രാത്രി രാജിക്കത്തെഴുതി പെട്ടിയിലിട്ടിട്ട് പാതിരാവിൽ ഒളിച്ചോടി ഭാരതത്തിലേക്ക് പോരേണ്ടി വന്നയാളാണ് ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ. അദ്ദേഹം ഈ രാജിക്കത്തിൽ പറഞ്ഞ 2 സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം. I only asked myself what was coming to Pakistan in the name of Islam. ഇസ്ലാമിൻ്റെ പേരിൽ പാകിസ്ഥാനിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോകുന്നു എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 2ാമത്തെ കാര്യം, what is today the condition in the East Bengal? About 50 lakhs of Hindus have left since the partition of the country. Apart from the East Bengal riot of last February, the reasons for such large-scale exodus of Hindus are many. The boycott by the Muslims of Hindu lawyers, medical practitioners, shopkeepers, traders and merchants has compelled Hindus to migrate to West Bengal in search of their means of livelihood.
എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ ആ കത്തിൽ, രാജിക്കത്തിൽ പറയുന്നു. ആഫ്റ്റർ ആങ്ഷ്യസ് ആൻഡ് പ്രൊലോങ്ഡ് സ്ട്രഗിൾ ഐ ഹാവ് കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് പാകിസ്ഥാൻ ഈസ് നോ പ്ലേസ് ഫോർ ഹിന്ദുസ്. ആദ്യം ഈ കത്തിൽ അദ്ദേഹം ദളിത നാമശൂദ്രനെന്നും ദളിതെന്നും ഒക്കെ വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കത്തിൻ്റെ അവസാനം വന്നപ്പോഴേക്കും ഹിന്ദുസ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ടു ലിവ് ഇൻ ആൻഡ് ദെയർ ഫ്യൂച്ചർ ഈസ് ഡാർക്കൻഡ് ബൈ ദ ഒമിനസ് ഷാഡോ ഓഫ് കൺവെർഷൻ ഓർ ലിക്വിഡേഷൻ. ഇതായിരുന്നു ആ കത്തെഴുതി വെച്ചിട്ട് ഭാരതത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ ഈ ദളിത് മുസ്ലിം ഐക്യം എന്ന തട്ടിപ്പിൻ്റെ ചരിത്രം അറിയാതെ പോയത് കൊണ്ടാണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം അംബേദ്കർ പറഞ്ഞ ഒരു വാക്യം കൂടി ഞാൻ പറയാം. ഈ നാട്ടിൽ ഇംഗ്ലീഷ് ഭരണം നടത്തുകയായിരുന്നു. അപ്പോൾ ആർക്ക് എന്ത് അധികാരം നൽകണം, ഏത് പാർട്ടിക്ക് അധികാരം നൽകണം എന്നതെല്ലാം അവരുടെ കയ്യിലായിരുന്നു. അന്ന് നാം മറ്റു പാർട്ടികളിൽ നിന്ന് അകന്നു നിന്നു. നാം എന്ന് പറഞ്ഞാൽ ദളിതരെ ഉദ്ദേശിച്ചാണ് അംബേദ്കർ പറയുന്നത്. അകന്നു നിന്നു. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് പോയിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് പാർട്ടികളുമായി സഹാനുഭൂതിയോടെയുള്ള പെരുമാറ്റമാണ് വേണ്ടത്. നിയമപരമായ രീതിയിൽ നമുക്ക് പുരോഗതി വേണമെങ്കിൽ നാം ഏതെങ്കിലുമൊക്കെ പാർട്ടികളുമായി അല്ലെങ്കിൽ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കണം. ഇതിൻ്റെ അർത്ഥം നാം മുമ്പുണ്ടായിരുന്ന ശത്രുതകൾ മറക്കണമെന്നു തന്നെയാണ്. മുൻപത്തെ പോലെ ഒറ്റയ്ക്ക് മുന്നേറാം എന്ന നയം കൊണ്ട് ഇനി പ്രയോജനമില്ല. അംബേദ്കറെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ നാട്ടിൽ ദളിതവാദം ഉന്നയിക്കുന്നവർ അംബേദ്കർ പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടാവുമോ? ഇനി മേൽ നമ്മൾ ജാതി പറഞ്ഞ് തമ്മിൽ തല്ലുകയല്ല, ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്ന വാക്യം ഉപേക്ഷിച്ചു പോയ മണ്ഡലിൻ്റെയും കൂട്ടരുടെയും ആ ദുരിതമെങ്കിലും പാഠമാകേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും പക്ഷേ 2023 ഈ ദളിത് മുസ്ലിം ഐക്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ പണി ഇന്ന് വളരെ കൂടുതൽ കേരളത്തിലും ഭാരതത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. വിഭജനങ്ങൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയമാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കുരുക്ഷേത്രയും വിചാരകേന്ദ്രവും ചേർന്ന് നടത്തുന്ന ഈ സംവാദം ഏറ്റെടുക്കുകയാണ്. ഈ പുസ്തകം അതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സംവാദം മുന്നോട്ട് പോകണം. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം 2 or 3 വാങ്ങി നമ്മുടെ നാട്ടിലുള്ള ഈ ദളിതവാദികൾ എന്ന് പറയുന്നവർക്ക് കൊടുത്ത് പഠിക്കാൻ പറയണം. എന്നിട്ടത് ചർച്ച ചെയ്യട്ടെ. ഏതൊരു കൺക്ലൂഷനിൽ എത്തണ്ട. അംബേദ്കറുടെ കൺക്ലൂഷനിലാണോ എത്തേണ്ടത്, മണ്ഡലിൻ്റെ കൺക്ലൂഷനിലാണോ എത്തേണ്ടത്, അഥവാ മണ്ഡലിൻ്റെ രാജിക്കത്തിൻ്റെ കൺക്ലൂഷനിലാണോ എത്തേണ്ടത് എന്ന് നാം പഠിക്കണം. അതിനാണ് ഈ പുസ്തകം ഇവിടെ വാങ്ങാൻ കിട്ടും. 180 രൂപയുടെ പുസ്തകം ഇവിടെ 150 രൂപയ്ക്ക് കിട്ടും. അത് വാങ്ങണം. പ്രകാശനവും സംവാദവും നടക്കാൻ പോവുകയാണ്. എനിക്കൊരു അഭ്യർത്ഥന സംവാദകരോടുള്ളത്, ഒരു 30 മിനിറ്റ് വീതം പറഞ്ഞാൽ, കാരണം സദസ്സിലുള്ളവർക്ക് കൂടി ഇൻ്ററാക്ട് ചെയ്യാനൊരു സമയം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 30 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിച്ച് സംവാദം കൊഴുപ്പിക്കുവാനുള്ള ജാഗ്രത സംവാദകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.
രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഉള്ളടക്കമുള്ള ഈ ഗ്രന്ഥം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം നൽകുന്നതിന് വേണ്ടി ശ്രീ കെ പി അഹമ്മദ് സാധനം. സമദരണീയനായ അധ്യക്ഷൻ, കുരുക്ഷേത്രയുടെ MD-യും എൻ്റെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആയി ഞാൻ ആദരിക്കുകയും ചെയ്യുന്ന കാഭാജി, വേദിയിലുള്ള ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ യഥാർത്ഥ കർത്താവ്, മലയാള പുസ്തകത്തിൻ്റെ യഥാർത്ഥ കർത്താവ് ജയശ്രീ ടീച്ചർ, വിദ്യാസാഗർ, ശിവശങ്കർ സാറ്, അരവിന്ദാക്ഷൻ സാർ ഉൾപ്പെടെ കുരുക്ഷേത്രയുടെ അതിഥികളായും ബന്ധുക്കളായും വന്നു ചേർന്ന എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. സംവാദത്തിൻ്റെ ഒരു സംസ്കാരത്തെ കൈവിടാതെ സൂക്ഷിക്കാൻ എപ്പോഴും പറഞ്ഞും പറയാതെയും പ്രചോദനം തരുന്ന ഒരാളാണ് ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ വേദിയിലും കാഭ ചേട്ടൻ. വിയോജിക്കാനായി മാത്രം ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുകയും ഒരുമിച്ച് എപ്പോഴും വിയോജിപ്പ് ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു സംവാദമാണ് സംസ്കാരം എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇങ്ങനെ ചില മനുഷ്യ പ്രചോദനങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു എറണാകുളത്ത് വരെ വന്നു പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും രണ്ടു വട്ടം ആലോചിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നതാണ്. ഞാൻ ഈ പുസ്തകം കുരുക്ഷേത്രം ചെയ്യുന്നൊരു വലിയ സൽക്കർമ്മമാണ് എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത്യപൂർവമായ സാമ്യങ്ങളുള്ള, ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യം, ചരിത്രത്തെ ഓർമ്മിക്കാൻ, ഓർമ്മയെ ഒരു ആയുധമാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, നമ്മൾ പറയും പലപ്പോഴും ചരിത്രത്തിലെ വർഷങ്ങളൊക്കെ മറന്നുപോകും. ചരിത്രത്തെ ഓർമ്മിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ടിപ്പ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കമ്പാരിറ്റീവ് ഹിസ്റ്ററി, ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുക. ഒരേ കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങളെ, ലോകത്തിലെ രണ്ട് രാജ്യങ്ങളിൽ ഒരേ കാലത്ത് നടന്നത്, ഒരേ കാലത്ത് രണ്ട് രാജ്യങ്ങളിലെ രണ്ട് ചരിത്ര പുരുഷന്മാർ, രണ്ട് പ്രസ്ഥാനങ്ങളിലെ രണ്ട് നേതാക്കന്മാർ, അത്തരത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു എളുപ്പമുള്ള പണിയാണ്. അതുകൊണ്ട് യോഗേന്ദ്രനാഥ് മണ്ഡലും ഭീമറാവു റാംജി അംബേദ്കറും തമ്മിലുള്ള താരതമ്യം അത്തരത്തിലൊന്നാണ്, അത്യപൂർവമാണത്. ഈ രണ്ടുപേരെയും ഒരുപക്ഷെ കേരളത്തിലെ സാധാരണ വായനക്കാർക്ക് അംബേദ്കറെ നല്ല പരിചയം ഉണ്ടാവും, യോഗേന്ദ്രനാഥ് മണ്ഡലിനെ അത്ര അറിയുണ്ടാവില്ല. എന്നാൽ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് യോഗേന്ദ്രനാഥ് മണ്ഡലിനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അംബേദ്കറിനെ പരിചയപ്പെട്ടത്. അതിൻ്റെ കാര്യം വേറെയാണ് കേട്ടോ. അതിൻ്റേതായ ചില ഭൂമിശാസ്ത്രമുണ്ട്. ഞാൻ മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്ത് ഞാൻ ആദ്യം ചെയ്ത പണി മുസ്ലിം ലീഗ് ദേശത്തോട് കാണിച്ചത് എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ ദീർഘകാലം ചെലവഴിക്കുകയാണ്. അപ്പോൾ ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വായിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ യോഗേന്ദ്രനാഥ് മണ്ഡലിനെ ആദ്യം കേൾക്കുന്നത്. ജിന്നയുടെ ചരിത്രം, ജിന്നയുടെ പത്രാധിപരായിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിരുന്ന ദ ഡോൺ എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും പാകിസ്ഥാനിലെ പത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഡോണിൻ്റെ പത്രാധിപരായിരുന്നു മലയാളിയായ പോത്തൻ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിസ്തരിച്ച് യോഗേന്ദ്രനാഥ് മണ്ഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറൊന്ന്, യോഗേന്ദ്രനാഥ് മണ്ഡലിനെ മുസ്ലിം ലീഗിൻ്റെ ഒരു അവകാശവാദമായി അന്നും ഇന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചില പേരുകൾ മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ഈ കാഴ്ചപ്പണ്ടങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില പേരുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഒരു ചടയനുണ്ടായിരുന്നു, ഞങ്ങൾ മലപ്പുറത്തെ ലീഗ് എടുക്കുമ്പോൾ ഒരു KP രാമൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില പേരുകൾ ദളിതന്മാരായി പോയ മനുഷ്യന്മാരുടെ ദുരിതങ്ങളെ, ഗതികേടുകളെ അവരുടെ രക്ഷകരായി അവതരിച്ചുകൊണ്ട്, സത്യത്തിൽ അങ്ങനെ വന്നു ചേരുന്ന ചില വ്യക്തികൾക്ക് ഏതെങ്കിലും കാലത്ത് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളല്ലാതെ അവർ പിറന്നു വീണ സമുദായത്തിനോ അതിൻ്റെ ഉദ്ധാരണത്തിനോ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അത് ഉപകാരപ്പെടുകയില്ല എന്ന് അവർക്കും അറിയാം, ചരിത്രത്തിനും അറിയാം. അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പേരാണ് യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ പേര്. മണ്ഡൽ ഒരു മാതൃകയാണ്. രണ്ട് തരത്തിലുള്ള മാതൃകയുണ്ട്. നമുക്ക് മാതൃകാപരമായി നമുക്ക് പിന്തുടരാനുള്ള മാതൃകയുണ്ട്. ചില മാതൃകകൾ, ചില ട്രാക്ക് റെക്കോർഡുകൾ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ചിലിക്കേണ്ട പാഠങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള പാഠങ്ങളാണ് രണ്ടുപേരും. യോഗേന്ദ്രനാഥ് മണ്ഡലിനെ രണ്ട് തരക്കൂട്ടരാണ് കണ്ടത്. ഈ രണ്ട് കൂട്ടരെ, ഇപ്പോൾ അംബേദ്കർ ആയാലും മണ്ഡലായാലും രണ്ട് കൂട്ടർ രണ്ടു തരത്തിൽ ഇദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ
ജിന്നയുടെ ജീവചരിത്രകാരിയായ ഡോക്ടർ ഐഷെ ജലാൽ ദ സോൾ സ്പോക്സ്മാൻ എന്ന പുസ്തകത്തിൽ വിസ്തരിച്ച് ഇദ്ദേഹത്തെ വലിയ മാതൃകാ പുരുഷനായിട്ട് വാഴ്ത്തുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ചരിത്രം എഴുതിയ MC ചഗ്ല, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി MC ചഗ്ല ദ റോസസ് ഇൻ ഡിസംബർ എന്ന പുസ്തകത്തിൽ ഇദ്ദേഹത്തെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്നാൽ അത്ഭുതകരമായൊരു കാര്യം ഞാൻ പറയാം, ഈ രണ്ട് മനുഷ്യന്മാരെയും ബോധപൂർവം അവഗണിച്ച ഒരു കൂട്ടര് ബ്രിട്ടീഷുകാരാണ്. വളരെ ബോധപൂർവം. ഏതാണ്ട് 100-100 പേജുണ്ട് ഏത് പുസ്തകം, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം ഒരു അമേരിക്കക്കാരനും ഒരു ഫ്രഞ്ചുകാരനും ചേർന്ന് എഴുതിയാണ്, ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും. ഇവർ രണ്ടുപേരും ചേർന്ന് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലെ അധ്യായം വളരെ വസ്തുനിഷ്ഠമായിട്ട് എഴുതിയതാണ്. നമുക്കതിനകത്ത് മാനിപ്പുലേഷൻ എന്നൊന്നും ബയാസ്ഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിനകത്ത് അവഗണിക്കപ്പെടുന്നുണ്ട്, വളരെ ക്രൂരമായിട്ട് അവഗണിക്കപ്പെടുന്നുണ്ട്. അംബേദ്കർക്ക് വേണ്ടി ഒരു ചാപ്റ്റർ പോലും നീക്കി വെച്ചിട്ടില്ല. പോട്ടെ, ജിന്നയ്ക്ക് വേണ്ടി, ജിന്നയുടെ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിന് വേണ്ടി ദീർഘമായ പേജുകൾ ചെലവഴിക്കുമ്പോഴും ജിന്നയുടെ ഗുണദോഷങ്ങളൊക്കെ വളരെ വിസ്തരിക്കുമ്പോഴും യോഗേന്ദ്രനാഥ മണ്ഡൽ കാണിച്ച ഒരു മാതൃക വളരെ വളരെ കൃത്യമായി അവഗണിക്കപ്പെടുന്നുണ്ട്, തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ടുപേരെയും താരതമ്യം, അത്ഭുതകരമായ സാമ്യമാണ് വരുന്നത്. രണ്ടുപേരും ദളിതന്മാരാണ് എന്നത് മാത്രമല്ലല്ലോ സാമ്യം. ജയശ്രീ ടീച്ചർ ഒരു പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടത്, കാബ ചേട്ടന് പറഞ്ഞു, ആ പുസ്തകം നമുക്ക് ഒരു ചരിത്ര പുസ്തകം വായിക്കുന്നതിനേക്കാളും ലാഘവത്തോടെ, സ്മൂത്തായി, ഒഴുക്കോടെ, തട്ടും തടവും ഇല്ലാതെ കയ്യിൽ കിട്ടിയാൽ ആ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റും. അത്രമേൽ മനോഹരമായി, അത്രമേൽ ഒഴുക്കോടെ ആ പുസ്തകത്തെ, നല്ല മലയാളത്തിൽ. ഈ പരിഭാഷകൾ പലപ്പോഴും ഉണ്ടാക്കുന്ന വലിയ അപകടമുണ്ട്. പരിഭാഷ പല പുസ്തകങ്ങളും ബാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒറിജിനൽ വായിക്കുകയാണ് ഇതിനേക്കാൾ ഭേദം തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എനിക്ക് ഒന്നാമത് ഹിന്ദി അറിയില്ല. പക്ഷേ ഈ പുസ്തകം ഹിന്ദിയിൽ ഒറിജിനൽ രചിക്കപ്പെട്ടൊരു പുസ്തകമാണെന്ന് നമുക്ക് തോന്നില്ല. മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ടൊരു മൗലിക ഗ്രന്ഥമാണെന്ന് തോന്നിക്കുന്ന മട്ടിൽ ജയശ്രീ ടീച്ചർ അതിമനോഹരമായി, വളരെ മാതൃകാപരമായി അത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ജയശ്രീ ടീച്ചർക്ക് ഇത്തരം പുസ്തകങ്ങൾ ധാരാളം പരിചയപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദീർഘായുസിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു. പുസ്തകങ്ങളെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. സംവാദമാണല്ലോ, തീർച്ചയായിട്ടും പുസ്തകങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റേതല്ല, അത് വായനക്കാരൻ്റേതാണ്. അവർ കൺക്ലൂഡ് ചെയ്തോളും. പുസ്തകം ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഒന്നുകിൽ നമ്മളോട് ചരിത്രം പറയും, അല്ലെങ്കിൽ നമ്മളോട് ശാസ്ത്രം പറയും, അല്ലെങ്കിൽ നമ്മളോട് സാഹിത്യം പറയും, നമ്മുടെ വികാരങ്ങൾ പറയും, വിചാരങ്ങൾ പറയും. പറയുക എന്ന പണി മാത്രമേ എഴുത്തുകാരൻ്റേതുള്ളൂ. കൺക്ലൂഷൻ അവരുടേതാണ്. അതുകൊണ്ട് പ്രഭാഷണങ്ങൾ പോലും അങ്ങനെയാണ്, ഓപ്പണൻ്റാണ്. പ്രഭാഷണങ്ങൾ ഇപ്പോൾ AP അഹമ്മദ് മാഷ് പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജീവിതത്തിൽ തീരുമാനിക്കുമെന്ന് ആർക്കും വിചാരം വേണ്ട. ഒരു പ്രഭാഷകനും അങ്ങനെ വിചാരവും വേണ്ട. മറിച്ച് അഹമ്മദ് മാഷക്ക് പറയാനുള്ളത് സത്യസന്ധമായും വസ്തുനിഷ്ഠവുമാണെങ്കിൽ നിങ്ങൾ കേൾക്കും. അത് നിങ്ങളുടെ മഹാ ഔദാര്യമാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് കൺക്ലൂഷൻ എന്ന് പറയുന്ന അവനവൻ്റേതാണ്. അവനവൻ്റെ വിവേചന ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് പുസ്തകങ്ങൾക്ക് കൺക്ലൂഷൻ ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷനും കൺക്ലൂഷൻ ഇല്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ നിരീക്ഷണങ്ങൾ അരമണിക്കൂറിനകം പരമാവധി. ഒന്നാമത്തെ കാര്യം, കാലം എന്നൊരു ഘടകം പൊളിറ്റിക്സിൽ വളരെ പ്രധാനമാണ്. ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ സയൻസ്. എപ്പോഴും അങ്ങനെയാണ്. കാലം വളരെ പ്രധാനമാണ്. യോഗേന്ദ്രനാഥ മണ്ഡൽ എന്തുകൊണ്ട് അങ്ങനെ എന്ന് 2023 ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അതിന് നമ്മൾ 904 പിറക്കണം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകണം, ഇന്ത്യയിലെ ദളിതന്മാർ അനുഭവിച്ചിട്ടുള്ള, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും അത് ബ്രാഹ്മണനെയാണോ എതിർക്കേണ്ടത് എന്നതൊക്കെ ദളിത് മൗലികവാദികളോട് ഞാനും തർക്കിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിലെ ദളിത് വിമോചനത്തിൻ്റെ ഏത് ചരിത്രം എടുത്താലും അതിന് വെളിച്ചം പകർന്നത്, ഇന്ത്യയിലെ ദളിത് വിമോചകന്മാരായ ഏത് നായകൻ്റെ ചരിത്രം എടുത്താലും അതിന് പവർ കൊടുത്തത്, അതിന് ബലം കൊടുത്ത ഒരു സവർണനുണ്ടാവും. അംബേദ്കർക്ക് ഒരു ബറോഡ രാജാവ് ഇല്ലായിരുന്നെങ്കിൽ അംബേദ്കർ ആരാകുമായിരുന്നു ആലോചിച്ചു. അദ്ദേഹം ക്ഷത്രിയനാന്ന് തോന്നുന്നു അല്ലേ? ബറോഡ രാജാവ് ആയിരിക്കണം. ഈ സവർണന്മാരെന്ന് പറയുന്ന 4 വിഭാഗത്തിൽ ആരെങ്കിലും ഒരാൾ. നമ്മുടെ ഏറ്റവും വലിയ പോരാളി അയ്യങ്കാളിയാണല്ലോ. അയ്യങ്കാളി ചവിട്ടി നിന്നത്, സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ഏതോ ഒരു തമ്പുരാൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്തെ ഒരു തമ്പുരാൻ ഒരു ജന്മി അദ്ദേഹത്തിന് ഭൂമി കൊടുത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ചെറുകാട് മാഷ് പറയാറുണ്ട്, കേരളത്തിൽ ഈ ഭൂപരിഷ്കരണം വന്നപ്പോൾ മലയാളത്തിൽ പറഞ്ഞൊരു വാക്കാണ് തൻ്റെ ഇടം. അതെങ്ങനെ സാറെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചവിട്ടി നിൽക്കാൻ ഒരു തുണ്ട് മണ്ണില്ലാത്ത ഒരാളും ഭൂമിയിൽ തലയുയർത്തി നിന്നിട്ടില്ല.
സത്യമാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത്. കാരണം ഞാൻ ഒരു ഫലസ്തീനിയോടൊപ്പം 3 കൊല്ലം ഒരു മുറിയിൽ താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവനെ അവൻ്റെ മേലുദ്യോഗസ്ഥൻ കാർക്കിച്ച് തുപ്പിയാലും അവൻ മിണ്ടൂല. എന്നിട്ട് രാത്രി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരയും. ഒരിക്കൽ ഞാൻ അവനോട് പൊട്ടിത്തെറിച്ചു, നിർത്തടാ ഈ ഏർപ്പാട്, നിനക്കെന്താ അവിടെ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്നൂടെ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്, യാ അഹമ്മദ്, അങ്ങനെ അവർ വിളിക്കുക, നിനക്ക് തിരിച്ചു പോകാൻ ഒരു നാടുണ്ട്, നിന്നെ കാത്തിരിക്കാൻ ഒരു വീടുണ്ട്, നിനക്ക് ചവിട്ടി നിൽക്കാൻ ഒരു തുണ്ട് മണ്ണുണ്ട്, എനിക്ക് എന്തുണ്ടടാ? ജോർഡാൻ മഹാരാജാവ് എഴുതി തന്ന ഒരു അഭയാർത്ഥി കടലാസ് കൊണ്ട് ചീട്ടും കൊണ്ടാണ് ഞാൻ വന്നത്. ഇവൻ അഭയാർത്ഥിയാണ്, ലോകത്തിൽ എവിടെയും അവന് അഭയം കൊടുക്കണം എന്ന് ജോർഡാൻ്റെ. അങ്ങനെ ഒരു മനുഷ്യന് ചവിട്ടി നിൽക്കാൻ ഒരു തുണ്ട് മണ്ണില്ലെങ്കിൽ അവനെ മുഖത്ത് തുപ്പിയാലും അവൻ്റെ കരണത്തടിച്ചാലും അവൻ അനങ്ങൂല, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ ഇന്ത്യയിലെ ഏത് ദളിത് മുന്നേറ്റത്തിൻ്റെയും മുൻപന്തിയിൽ നിന്ന പോരാളികളിൽ നിന്നതൊരു പോരാളിയാവാം. അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സമ്പന്നനായതുകൊണ്ട് കൂടിയാണ്, വെറുതെ സംഭവിച്ചതല്ല. അയ്യങ്കാളിക്ക് സാധിച്ചത് അങ്ങനെയാണ്, ഈ അംബേദ്കർക്ക് സാധിച്ച എല്ലാത്തിലും. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ഗർഭത്തിൽ പിറന്നുപോയി എന്നത് ഭൂമിയിലെ ഒരു വലിയ തിന്മയുടെ ജന്മമായി പിറക്കുന്ന ആ തരത്തിലുള്ള കാഴ്ചകൾ അങ്ങേയറ്റം അശാസ്ത്രീയമാണ്, അമാനവികമാണ്. ഒരിക്കലും അത് ശരിയായൊരു കാഴ്ചയല്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ കാലം വളരെ പ്രധാനമാണ്. നമുക്ക് അനുഭവങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ അംബേദ്കറെ കുറിച്ച് വായിച്ച പുസ്തകം, അംബേദ്കറെ കുറിച്ച് മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. അംബേദ്കറെ കുറിച്ച് ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒടുവിലത്തെ പുസ്തകം ശശി തരൂരിൻ്റേതാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അത് വായിച്ചു വെച്ചേ ഉള്ളൂ. ആ പുസ്തകത്തിൽ ടീച്ചർ ഈ പുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞല്ല, ഒറിജിനൽ പുസ്തകത്തിലുള്ളതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ദളിതനെ ഇപ്പോൾ ശശി തരൂരിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മുൻകൂർ നല്ല പുസ്തകം, വസ്തുതാപരമായി അംബേദ്കറെ കുറിച്ച് അക്കാഡമിക്കായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായ ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വസ്തുതകൾ നിരത്തിയ പുസ്തകമാണ് ശശി തരൂരിൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്, പക്ഷേ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ പ്രിഫേസിൽ, അദ്ദേഹം ആമുഖത്തിൽ ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. എത്ര തന്നെ ശാസ്ത്രീയമായും എത്ര തന്നെ കൃത്യമായും ശക്തമായും ഞാൻ ഈ പുസ്തകം എഴുതി വെച്ചാലും ഈ പുസ്തകത്തിന് വിശ്വാസ്യത കുറയും. അതിന് അദ്ദേഹം കാരണം പറയുന്നുണ്ട്. കാരണം അംബേദ്കർ അനുഭവിച്ച ഒരു ജീവിതം ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്കതിന് യോഗമുണ്ടായിട്ടില്ല. അത് ടീച്ചർ ഈ പുസ്തകത്തിലുണ്ടത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ മഹാത്മാ ജ്യോതി ഫുലെ അല്ലേ, ജ്യോതിബ ഫുലെയും അംബേദ്കറും തമ്മിലുള്ള വ്യത്യാസം. ജ്യോതിബ ഫുലെ ദളിതന്മാരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതി കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമസൃഷ്ടി ഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ ബോധം കൊണ്ടാണ്, മനുഷ്യൻ്റെ തുല്യതാ ബോധം കൊണ്ടാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ബോധം കൊണ്ടാണ്. എന്നാൽ അംബേദ്കർ ദളിതന്മാർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നതോ തൻ്റെ സ്വാനുഭവത്തിൽ നിന്നാണ്. സഹാനുഭൂതി കൊണ്ട്, ഒരു മനുഷ്യൻ്റെ നന്മ കൊണ്ട് ഒരാൾ ദളിതന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദളിതനല്ലാത്ത ഒരാൾ ദളിതന് വേണ്ടി പ്രവർത്തിക്കുന്നതും ദളിതനായി ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച് അതിൻ്റെ കണ്ണീര് കൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊരു ഉദാഹരണം ഈ പുസ്തകം തന്നെ പറയുന്നുണ്ട്. എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതും മാർട്ടിൻ ലൂതർ കിങ് സംസാരിക്കുന്നതും രണ്ടുപേരും പറഞ്ഞതൊരേ കാര്യമാണ്. പക്ഷെ രണ്ടുപേരുടെ അനുഭവം ഒന്ന് എബ്രഹാം ലിങ്കൺ തൻ്റെ മുമ്പിൽ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള അപ്പാർത്തീഡ് കണ്ടിട്ട് എതിരായി ശബ്ദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സാണ്, അദ്ദേഹത്തിൻ്റെ ആവേശമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹാനുഭാവമാണ്. മറിച്ച് മാർട്ടിൻ ലൂതർ കിങ് അങ്ങനെയല്ല, കറുത്തവൻ അനുഭവിച്ച വർണ്ണവിവേചനത്തിൻ്റെ വെറിയുടെ സകലമാന ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് യോഗേന്ദ്രനാഥ മണ്ഡലിന് ഒരു നിർണായകമായ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർക്ക് ദളിതൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല, സവർണന്മാരോട് സംസാരിച്ചു നോക്കിയിട്ട് അവർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നുപെട്ട ഒരു വഴി, മുഹമ്മദ് അലി ജിന്ന എന്ന ഇന്ത്യ കണ്ട ഏറ്റവും തന്ത്രശാലിയായ അങ്ങേയറ്റത്തെ തന്ത്രശാലിയാണ്. തന്ത്രശാലി എന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം വരച്ചു വെച്ച ഒരു ഗ്രാഫിൽ നിന്ന് ഒരു ഇഞ്ചും അദ്ദേഹം തെറ്റിയിട്ടില്ല, ആവശ്യപ്പെട്ടതൊക്കെ നേടിയിട്ടേ പോയിട്ടുള്ളൂ. മോസ്റ്റ് പവർഫുൾ, ക്ലവറസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം വെക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ, ഞങ്ങൾ മുസ്ലിങ്ങൾ, നിങ്ങൾ ദളിതന്മാരും മുസ്ലിങ്ങളും ചേർന്നിട്ട് കോൺഗ്രസിനെ നേരിട്ട് കളയാം.
അതൊരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ 1920-കളിൽ 30-കളിലൊക്കെ ഒരു മനുഷ്യൻ ചെന്നുപെട്ടെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് ഇഫ് ഐ വെയർ ഇൻ പ്ലേസ് ഓഫ് ഹിം എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാൻ നമുക്ക് പറ്റണം. കാലം വളരെ പ്രധാനമാണ് എന്ന് പറയാനാണ്. നമുക്ക് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ എളുപ്പമാണ്, കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ആ കാലത്ത് മറ്റെന്ത് പോംവഴിയായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. യോഗേന്ദ്രനാഥ മണ്ഡലും അംബേദ്കറും തമ്മിലുള്ള സാമ്യം അത്ഭുതകരമാണ് കേട്ടോ. രണ്ടാളും ഏതാണ്ട് ഇപ്പോൾ രണ്ടാളും ദളിതന്മാരാണ്. ഒരാൾ മറാത്തിയാണ്, ഒരാൾ ബംഗാളിയാണെന്നേ ഉള്ളൂ വ്യത്യാസം. രണ്ടുപേരും ഏതാണ്ട് 64-65 വയസ്സ് വരെയാണ് ജീവിച്ചത്. ഒരാൾ 12 കൊല്ലം മുമ്പ് ജനിച്ചു, അതുകൊണ്ട് തന്നെ 12 കൊല്ലം മുമ്പ് മരിച്ചു. ആണോ? അല്ലേ? ഏതാണ്ട് ശരിയല്ലേ? ഇത് അത്ഭുതകരമാണ് ഈ ഒരു കോയിൻസിഡൻസ്. 1891 അംബേദ്കർ ജനിച്ചു. 904 മണ്ഡൽ ജനിച്ചു. രണ്ടുപേരും ജനിക്കുന്നതിൽ 12 കൊല്ലത്തെ വ്യത്യാസമുണ്ട്, മരിക്കുന്നതിലും ഉണ്ടാവും വ്യത്യാസം. അംബേദ്കർ 12 കൊല്ലം മുമ്പേ മരിച്ചു. മണ്ഡലിന് സമയമായിരുന്നില്ല, അദ്ദേഹം കുറച്ചുകൂടി കാത്തു നിന്നു. 1968 അത്ഭുതകരമാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടുപേരും വക്കീലന്മാരായിരുന്നു. വക്കീലന്മാരിപ്പോൾ അംബേദ്കർ ഒരുപാട് പഠിച്ചിട്ട് ഒടുവിൽ വക്കീലായതാണ്. ഇദ്ദേഹം മറ്റു പലതും പഠിക്കാൻ പറ്റാത്ത, ഉദ്ദേശിച്ചൊന്നും പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വക്കീലായത്. വ്യത്യാസമുള്ളൂ. എന്തായാലും ഈ രണ്ടുപേരും അവരുടെ ജീവിത വഴിയിൽ അവർ ജനിച്ചു വളർന്ന അധസ്ഥിത സമുദായത്തിൻ്റെ പുരോഗതി ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റും. രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ട്. അയിത്തത്തിനെതിരായി, അൺടച്ചബിലിറ്റിക്കെതിരായിട്ട് പൊരുതണമെന്ന് ആഗ്രഹിച്ചവരാണ് രണ്ടുപേരും. രണ്ടുപേരും സ്വീകരിച്ച വഴി രണ്ടാണ്, രണ്ടുപേരും സ്വീകരിച്ച മാർഗം വ്യത്യസ്തമാണ്. ഒരാൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ ചേർന്നിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനിലെങ്കിലും ഉള്ള ദളിതന്മാരെ രക്ഷിച്ചു കളയാം എന്നൊരു വ്യാമോഹത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ചെന്നുപെട്ടതാണ്. അവിടെ അദ്ദേഹത്തിന് പരാജയം നേരിട്ടു. പരാജയം നേരിടാനുള്ള ഒരു കാര്യം, അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ജെന്റിൽമാൻസ് എഗ്രിമെന്റ് എന്ന് പറയുമല്ലോ സാധാരണഗതിയിൽ. ഒരു കസേരയല്ല പ്രധാനം, കസേരയിൽ ഇരിക്കുന്ന വ്യക്തിത്വം കൂടി വളരെ പ്രധാനമാണ്. ഇത് ചരിത്രത്തിൽ കൗതുകം നിറഞ്ഞ ചില കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞെട്ടിപ്പോയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം ജിന്ന കൊടുത്ത ഉറപ്പാണ്. എന്തൊക്കെ പറഞ്ഞാലും ജിന്നയോട് നമുക്ക് വിയോജിക്കാം, പക്ഷെ ജിന്ന ഒരു വാക്കും തെറ്റിച്ചിട്ടില്ല. പറഞ്ഞൊരു വാക്കും മാത്രമല്ല, വൈസ്രോയിയെ സാറെന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കൂല. ഗാന്ധിയൊക്കെ ചെന്നിട്ട് വൈസ്രോയി എന്ന് വിളിക്കുക മാത്രമല്ല, കാൽക്കൽ അങ്ങേയറ്റം കുമ്പിട്ടാണ് നിൽക്കുക. ജിന്ന 4 കാലം നേരെ നിന്നിട്ട് മിസ്റ്റർ വൈസ്രോയ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ആർജവത്തിനൊക്കെ. വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ധാരാളം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിലേക്കുള്ള വഴി മാത്രമായിരുന്നു. വേറെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇസ്ലാമുമായിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത്, പക്ഷേ യോഗേന്ദ്രനാഥ് മണ്ഡലിനോട് ജിന്ന കൊടുത്ത എഗ്രിമെന്റ് പാലിച്ചിട്ടുണ്ട്. പക്ഷെ ജിന്നയുടെ കസേരയിൽ ലിയാഖത്തലിക്കാൻ വരുമ്പോൾ ചിത്രം മാറുന്നേ. ഒരേ കസേരയായിട്ട് എന്താ കാര്യം? കണ്ണൂരിൻ്റെ രാഷ്ട്രീയ മാതൃക എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും AK ഗോപാലനാണെന്ന് ആളുകൾ വിചാരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ആ കസേരയിൽ പിണറായി ഇരുന്നാൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറയും ഇതിൻ്റെ വ്യത്യാസം, ഇത് പല അനുഭവിച്ചവർ. ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ്റെ പേര് MN റോയ് എന്നാണ്. അദ്ദേഹം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ പോയി. മഹാനായ ലെനിൻ ഒരു കമ്മ്യൂണിസ്റ്റ് രേഖ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ MN റോയ് എണീറ്റ് നിന്നു. കോമ്രേഡ്, ഐ എം MN റോയ്. I am the General Secretary of 2 communist parties in the 2 nations. 2 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സെക്രട്ടറിയാണ് അദ്ദേഹം. ഒന്ന് മെക്സിക്കോയിലും ഒന്ന് ഇന്ത്യയിലും. 2ൻ്റെയും സെക്രട്ടറി MN റോയ്. അപ്പോൾ യെസ് കമോൺ, എനിക്ക് ചില വിയോജിപ്പുകൾ പറയാനുണ്ട്. സഖാവിടെ അവതരിപ്പിച്ച രേഖയോട് എനിക്ക് ചില വിയോജിപ്പുകൾ പറയാനുണ്ട്. യെസ് കമോൺ, വന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ആദ്യം എഴുന്നേറ്റ് നിന്ന് അപ്ലോസ് കൊടുത്ത് ലെനിനാണ്. ലെനിൻ അപ്ലോസ് ചെയ്തപ്പോൾ വന്നപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് വന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും അപ്ലോസ് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഇദ്ദേഹം വലിയ ഹീറോ ആയി തിരിച്ചു വന്നു. തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പൽ അടുത്ത എല്ലാ തുറമുഖങ്ങളിലും ആഘോഷപൂർവ്വം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ ഇതേ ആവേശത്തോടെ അദ്ദേഹം പോയി. അവിടെ രേഖ വന്നപ്പോൾ എണീറ്റ് നിന്നു മറുപടി പറയാൻ. സർ, കോമ്രേഡ് എന്ന് പറഞ്ഞ് എണീറ്റ് നിന്നു. അപ്പോൾ അന്നത്തെ ചെയറിലിരുന്നയാൾ ഹൂസ് ദാറ്റ്, പിക്ക് ഹിം അപ്പ് എന്നാണ്. എന്താ സംഭവിച്ചെന്നറിയോ? ആള് മാറിപ്പോയിട്ടുണ്ടേ. ലെനിൻ്റെ സ്ഥാനത്ത് സ്റ്റാലിൻ വന്നിരുന്നു. ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആളുകൾ മാറുമ്പോൾ വലിയ അപകടമാണെന്നേ. അതുകൂടി സംഭവിച്ചിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയം ജിന്ന നേരത്തെ മരിച്ചു എന്നത് കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
രാഷ്ട്രീയമായി മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലോ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രത്തിലോ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിലോ മുസ്ലിം ലീഗിൻ്റെ സ്വപ്നത്തിലോ ഇന്ത്യയിലെ ദളിതനെ വിമോചിപ്പിക്കുക എന്നൊരു ഒന്നും വരിക സാധ്യമല്ല. അതൊരു ഭ്രാന്തൻ സ്വപ്നം മാത്രമാണ്, അതില്ല. പക്ഷേ ജിന്നക്ക് വളരെ കൃത്യമായി കോൺഗ്രസിനോട് മുഖാമുഖം നേരിടാൻ അപ്പുറത്ത് അംബേദ്കർ എങ്കിൽ ഇപ്പുറത്ത് അതേ ദളിതൻ ആയ ഒരു വക്കീല് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിയമമന്ത്രി അംബേദ്കർ എങ്കിൽ ഇവിടെ നിയമമന്ത്രി മണ്ഡൽ. ടിറ്റ് ഫോർ ടാറ്റ് ആയിരുന്നു ജിന്ന, വിട്ടുകൊടുക്കില്ല ഒരു ഇഞ്ചും. അങ്ങനെ ജിന്ന പറഞ്ഞ വാക്കുകളൊന്നും തെറ്റിച്ചിട്ടുമില്ല. ആ ജിന്ന ഇല്ലാതെ പോയതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതും രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട അപകടമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. 2, ഇനി അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അംബേദ്കർ പഠിപ്പിച്ച പാഠങ്ങൾ, അംബേദ്കറുടെ മാതൃക തീർച്ചയായിട്ടും ശിവശങ്കർ സാറൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമല്ലോ. നമ്മളെല്ലാവരും കൂടി പൂർത്തിയാക്കേണ്ടതാണ് ഈ സംവാദം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അംബേദ്കറെ ഇപ്പോഴും ഇന്ത്യ അറിഞ്ഞിട്ടുണ്ടോ? അംബേദ്കറുടെ യഥാർത്ഥ സേവനം അറിഞ്ഞിട്ടുണ്ടോ? അംബേദ്കറുടെ മാതൃക എന്താണ്? അംബേദ്കറുടെ ഏറ്റവും തെറ്റായ മാതൃക, അദ്ദേഹത്തിന് അവസാനത്തെ എല്ലാ പ്രതീക്ഷയും, ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒന്ന് അദ്ദേഹം കണ്ടെത്തിയത് മതം മാറ്റമാണ്. അദ്ദേഹവും അനുയായികളും ചേർന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിൻ്റെ 1.5 മാസം മുമ്പ്, പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല, മഹാപാതകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അധികകാലം ആയുസ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അദ്ദേഹം തീരുമാനിച്ചത് ബുദ്ധമതത്തിൽ ചേരാനാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തൂല. കാരണം അദ്ദേഹം വെറുതെ ഒരു ആവേശത്തിന് ബുദ്ധമതത്തിൽ ചേർന്നതല്ല, ആരെങ്കിലും ഒരു പ്രണയം കാട്ടി മോഹിച്ചിട്ട് മതം മാറ്റിയതുമല്ല, അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് 10 ലക്ഷം രൂപ കിട്ടും, ഡോളർ കിട്ടും എന്ന് വെച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോയി മതം മാറ്റിയതുമല്ല. അദ്ദേഹം 20 കൊല്ലം പഠിച്ചിട്ടാണ്. 1936 അംബേദ്കർ പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ ലോകരാജ്യങ്ങളിലെ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 20 കൊല്ലം പഠിക്കുകയാണ്. 36 തൊട്ട് 56 വരെ. 56 ഒക്ടോബർ 14 കണ്ടാണ് മതം മാറിയത്. അത് കഴിഞ്ഞ് ഡിസംബർ 9 അല്ലേ, ഡിസംബർ 6 അദ്ദേഹം മരിക്കുകയും ചെയ്തു. 1.5 മാസം മറ്റോ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് അംബേദ്കറിന്റെ തെറ്റായ മാതൃക ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇപ്പോൾ പറയുന്ന ഒരു പുതിയ ഫോർമുലയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അംബേദ്കർ ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി അവസാനം കണ്ടെത്തിയ വഴി ബുദ്ധമതത്തിൽ ചേരുക എന്നുള്ള. എന്താ കാരണം? അന്നത്തെ ഏറ്റവും വലിയ സവർണ ബ്രാഹ്മണ മതത്തിന്, ആര്യമതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷ മതം ബുദ്ധമതമാണ്. അതുകൊണ്ട് ബുദ്ധമതത്തിൽ ചേർന്നു. അതുകൊണ്ടോ കണ്ടംപററി വായന നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ നിർവഹിക്കുക. എന്താ വായന എന്നറിയോ? അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ മതമായ ഇസ്ലാമിലേക്ക് ചേർന്ന് കളയാം. ഞാൻ പറഞ്ഞല്ല, ബുദ്ധിജീവികളുടെ പേരൊക്കെ ഞാൻ പറയാം, എനിക്ക് പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും. അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഞാൻ പറയണത് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതത്തിൽ ചേർന്ന് കളയാം. മതം മാറ്റം ഒരു വിമോചനത്തിനും പരിഹാരമല്ല. മതം മാറ്റം, ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തിലെ മതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട്, മതങ്ങൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് ഒരാൾക്ക് മതം മാറാൻ തോന്നിയാൽ, ബോധ്യപ്രകാരം തോന്നിയാൽ, അത് മൗലികാവകാശമായിട്ട് സ്വീകരിക്കണം. എനിക്ക് അതിനോട് യാതൊരു വിയോജിപ്പുള്ള, സ്വീകരിക്കേണ്ടതാണ്. മറ്റൊരു പ്രേരണയും അതിൻ്റെ പിന്നിലുണ്ടാവരുത്. മറ്റൊരു ഭൗതികമായ ഘടകവും, വിശ്വാസപരമായ ബോധ്യമല്ലാതെ മറ്റൊരു ഘടകവും ഉണ്ടാവരുത്. അത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ മതം മാറാം. പിന്നെ മതം മാറാനുള്ള അവകാശം ഏകപക്ഷീയമാകാനും പാടില്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആഘോഷപൂർവ്വം ആനയിച്ച് കൊണ്ടു നടക്കും. എന്നാൽ ഇതേ അവകാശം ഉപയോഗിച്ച് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേരാൻ പോയാൽ അവനെ തട്ടിക്കളയും. ഇതും തെറ്റാണ്. മൗലികാവകാശമാണെങ്കിൽ, മതപരിവർത്തനം മൗലികാവകാശമാണെങ്കിൽ ആർക്കും ഏത് മതത്തിലേക്കും പോകാനും വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് ഭരണകൂടമോ മതസമൂഹങ്ങളുടെയോ ഒരു അജണ്ടയായി മാറാൻ പാടില്ല. അതൊരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് മതം മാറ്റം ഏതെങ്കിലും മനുഷ്യൻ്റെ, ഏതെങ്കിലും സമൂഹത്തിൻ്റെ വിമോചനത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന ചിന്ത തീർച്ചയായിട്ടും അംബേദ്കർ ഉയർത്തുന്നുണ്ട്. യോഗേന്ദ്രനാഥ് മണ്ഡൽ ഏതായാലും അപ്പണി ചെയ്തിട്ടില്ല. പാകിസ്ഥാനിൽ കൂടെ പോയാൽ, ജിന്നയുടെ വാക്ക് വിശ്വസിച്ചാൽ നിന്റെ സമുദായത്തെ, ഈ പാകിസ്ഥാനകത്തുള്ളവരെ ഞാൻ രക്ഷിച്ചോളാം എന്ന വാക്ക് കൊടുത്ത് അദ്ദേഹം വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണ് തെറ്റ്. പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ആള് മാറിപ്പോയപ്പോഴാണ് ആശയം യഥാർത്ഥത്തിൽ ആദ്യത്തെ ആളിൻ്റേതല്ല പിന്നത്തെ ആളിൻ്റേതാണെന്ന് മനസ്സിലാവുന്നത്. ജിന്ന അത് ഉറച്ചു നിന്നിട്ടുണ്ട് കേട്ടോ. ജിന്ന ദ്വിരാഷ്ട്രവാദം ഉയർത്തിയിട്ട് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയിട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഒരാൾ കൂടെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മൗലാന അബുൽ അയല മൗദൂദി കൂടെ പോയി. എന്താ വെച്ചാൽ, അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ എന്താണ് വഴി എന്ന് രാവും പകലും ചിന്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ജിന്നയുടെ ഫോർമുല പ്രകാരം, ജിന്ന പറഞ്ഞിട്ടുള്ള വിഖ്യാതമായൊരു പ്രയോഗമുണ്ട് ജിന്നയുടെ, ഞാനും എൻ്റെ സ്റ്റെനോഗ്രാഫറും പിന്നെ
മണ്ട ശിരോമണികളായ കുറേ അനുയായികളും മാത്രമാണ് ഈ പാകിസ്ഥാൻ വാങ്ങിയത്. അതിന് ആദ്യം പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാം കൂടി ചേരുമ്പോൾ അദ്ദേഹം മതി, അദ്ദേഹത്തിൻ്റെ ബുദ്ധി മതി. അതുകൊണ്ട് ആ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. പാകിസ്ഥാൻ കിട്ടിയെന്ന് കണ്ടപ്പോൾ അടുത്ത വിമാനത്തിന് മൗലാന മൗദൂദി എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാം, പോടാ എന്ന് ജിന്ന പറഞ്ഞു. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഇന്ത്യയെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യം മതി എനിക്ക് എന്ന് ജിന്ന വാശി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്നതാണ്. ഇന്ത്യയുടെ അതേ റെപ്ലിക്ക, ഇന്ത്യയുടെ അതേ മോഡൽ, അതേ മാതൃക, അതേ കൗണ്ടർ ആയിട്ടാണ് പാകിസ്ഥാൻ വന്നത്. പിന്നെ ലിയാഖത്ത് വന്നു, കുറച്ച് വെള്ളം ചേർന്നു, വന്ന് 1980 സിയാവുലക്ക് വന്നപ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത കാലത്താണ്. പാകിസ്ഥാൻ അതിന് മുമ്പ് സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രി തന്നെയാണ്. മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ലാഹോർ പ്രമേയത്തിൻ്റെ ആദ്യ വാക്യം അത് തന്നെ. എ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ് ഇൻ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ എന്നാ. മുറിച്ച് രണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞില്ല. മാത്രമല്ല, ബംഗാൾ വിഭജനവും ഇന്ത്യ വിഭജനത്തിൻ്റെ ദുരന്തങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഈ രണ്ട് വിഭജനങ്ങളാണ്. ബംഗാൾ വിഭജനവും പഞ്ചാബ് വിഭജനവും രണ്ടിനും ജിന്നെതിരായിരുന്നു. കൽക്കത്തയില്ലാത്ത ബംഗാൾ എന്തിനാണെന്ന് ജിന്ന ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. പോത്തൻ ജോസഫ് എഴുതിയിട്ടുണ്ട്. കൽക്കത്തയില്ലാത്ത, അതുപോലെ ചണ്ഡീഗഡില്ലാത്ത പഞ്ചാബ് എന്തിനാണെന്ന് എനിക്ക് ലാഹോറും കറാച്ചിയും മാത്രം മതിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിഭജനത്തിൻ്റെ ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ രണ്ട് സ്റ്റേറ്റ് വിഭജിച്ചപ്പോഴാണ്. ബംഗാൾ വിഭജിച്ചപ്പോൾ തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ പറഞ്ഞു ചെയ്യരുത്, അക്രമമാണ് എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്, കേട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് കാണേണ്ടത്. അതുകൊണ്ട് അംബേദ്കറുടെ മാതൃക ഏറ്റവും തെറ്റായ മാതൃക ഈ മതപരിവർത്തനം എന്തോ വിമോചനത്തിൻ്റെ മാർഗമാണ്. ആലോചിച്ച് നോക്കൂ. കേരളത്തിലൊരു മനുഷ്യനുണ്ടായിരുന്നില്ലേ, പൊയ്കയിൽ യോഹന്നാൻ അറിയാലോ. പൊയ്കയിൽ അപ്പച്ചൻ ദളിതനാണ്. ഈ പൊലയനായി നടന്നിട്ട് രക്ഷയില്ലാഞ്ഞിട്ട് ഈ ചാതുർവർണ്ണ്യം എന്ന് നമ്മൾ വിളിക്കുന്ന, ശരിയായിട്ടായാലും അല്ലെങ്കിലും, അതിൻ്റെ അതിക്രമം സഹിക്കവയ്യാഞ്ഞിട്ട്, അയിത്തം സഹിക്കവയ്യാഞ്ഞിട്ട് അദ്ദേഹം ബ്രാഹ്മണന്മാരോട് പിന്നാലെ കെഞ്ചി നടന്നു, ഈ അയിത്തം അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് തുല്യരാക്കി കാണണം. കേട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ തോന്നിയത് ക്രിസ്ത്യാനിയായി കളഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷെ പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് ക്രിസ്ത്യാനിയായ എല്ലാവർക്കും ഒരേ പള്ളിയിൽ പോകാം, ഒരേ യേശുവിനെ ആരാധിക്കാം, ഒരേ കന്യാമറയത്തിന് സ്തുതിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യത്തെ ദിവസം പള്ളിയിൽ ചെന്ന് പറഞ്ഞു, ഇത് നിന്റെ പള്ളിയല്ല, പൊലയന്മാരുടെ പള്ളി വേറെ ഉണ്ട്, പോ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പാട്ട് കേട്ടില്ലേ, പൊലയനൊരു പള്ളി, പറയനൊരു പള്ളി, അല്ലേ, മീൻപിടുത്തക്കാരൻ മരക്കാനൊരു പള്ളി, അപ്പനൊരു പള്ളി, മകനൊരു പള്ളി, പള്ളിയോട് പള്ളി നിരന്നങ്ങ് വന്നിട്ടും വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പാട്ടുണ്ട്. കുട്ടികളിപ്പോൾ നന്നായി പാടി നടക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് മതപരിവർത്തനം ഒരു ജനതയുടെയും ജന്മത്തിൻ്റെ പരാധീനത തീർക്കാനുള്ളൊരു വഴിയല്ല എന്ന് തെളിയിക്കുന്നുണ്ട് ഈ രണ്ടുപേരും. ഒരാൾ മതം മാറിപ്പോയി കാണിച്ചു, മറ്റേ ആൾ മതം മാറാതെ തന്നെ ഒരു മതസമുദായത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്ന് രക്ഷിക്കും എന്ന വലിയ വാഗ്ദാനത്തിൽ തെറ്റായി, വളരെ അദ്ദേഹം വലിയ തോതിൽ വഞ്ചിതനായി എന്നതാണ് ഒരു കാര്യം. ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് വേറൊന്നുമല്ല, ഈ രണ്ടുപേരിൽ നിന്ന് രണ്ട് മാതൃകകൾ, തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള മാതൃക ഇനി ഒരിക്കലും, അത് ഇപ്പോൾ EMSൻ്റെ ഭാഷയിൽ പറഞ്ഞ ആഹ്വാനവും താക്കീതെന്ന് പറയും. ചിലത് നമുക്ക് നല്ല മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റും, ചിലത് ആഹ്വാനമായി ജാഗ്രതയോടെ ഉപേക്ഷിക്കാൻ പറ്റും. യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ പുതിയ കാലത്തെ മാതൃക, ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ച കാലത്തെ ഒക്കെ തിരിച്ചു പോയാൽ നമുക്ക് പോലും മറിച്ച് ചിന്തിക്കേണ്ടി വരാം. അദ്ദേഹത്തിന് മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് തോന്നാം. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ യോഗേന്ദ്രനാഥ മണ്ഡലിൻ്റെ ജീവചരിത്രം ജയശ്രീ ടീച്ചർ എഴുതി വെച്ചത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാതൃക എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അംബേദ്കറുടെ മാതൃകയിൽ ഏത് സ്വീകരിക്കണം, ഏതൊക്കെ സ്വീകരിക്കാൻ പാടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അംബേദ്കർ അർഹിക്കുന്ന അംഗീകാരം ഇന്നും ഈ പറയുന്ന അംബേദ്കറെ ഇപ്പോൾ ആദരിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടല്ലോ, അംബേദ്കർക്ക് ഒരു കാലത്തും ആദരവ് കിട്ടിയിട്ടില്ല. അംബേദ്കറെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താ, അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നു, മരണം വരെ, അവസാനം വരെ കോൺഗ്രസ് അല്ല. ഈ പുസ്തകത്ത് പറയുന്നുണ്ട് കോൺഗ്രസ് അല്ല അദ്ദേഹത്തെ. ആലോചിച്ച് നോക്ക്, എങ്ങനെ എടുക്കാനാണ് കോൺഗ്രസ്, എങ്ങനെ എടുക്കാനാണ്? 4 അണയുടെ കോൺഗ്രസ് മെമ്പർഷിപ്പ് ഒരിക്കലും അദ്ദേഹം എടുത്തിട്ടില്ല. ഒരു ദിവസം പോലും കോൺഗ്രസിൻ്റെ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ചെയ്ത പണി, അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹത്തിൻ്റെതായ മുന്നേറ്റം, ദളിതന്മാരുടെ സംഘടന, ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി, അല്ലേ, സ്വതന്ത്ര തൊഴിലാളി സംഘടന ഉണ്ടാക്കി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി. അവസാന കാലത്ത് അദ്ദേഹമാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കിയത്, അല്ലേ. അദ്ദേഹം വേറെ രാഷ്ട്രീയ പാർട്ടി, ഒരു കാലത്തും കോൺഗ്രസ് ആയിരുന്നില്ല അദ്ദേഹം.
എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ യോഗേന്ദ്രനാഥ മണ്ഡൽ ചെയ്തതുപോലെ മുസ്ലിം ലീഗിനോട് അടുക്കാനും പോയിട്ടില്ല. മുസ്ലിം ലീഗിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ. എന്നാൽ പല ഘട്ടങ്ങളിലും ജിന്ന വളരെ തന്ത്രപരമായ നിലപാടെടുത്തിട്ട് യോഗേന്ദ്രനാഥ മണ്ഡലിനെ പരിഗണിച്ചതുപോലെ തന്നെ അംബേദ്കറെയും പരിഗണിച്ചാൽ ജിന്നയുടെ സാമർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ആരെ അവഗണിക്കുന്നുവോ അവരെ ജിന്ന സ്വീകരിച്ചിരിക്കും. അത് ആ കാലഘട്ടത്തിന്റെ പൊളിറ്റിക്സാണ്. അങ്ങനെ എടുത്താൽ മതി അതിനെ. പക്ഷെ അംബേദ്കർ കാണിച്ച കിട്ടിയ സൗകര്യങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 പേരുണ്ടായിരുന്നു. അതുപോലും വേണ്ട വിധം ആദരിക്കപ്പെടുന്നില്ല. 389 പേരിൽ 11 പേര് സ്ത്രീകളായിരുന്നു. എത്ര പേര് ഓർക്കുന്നുണ്ട്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടന നിർമ്മിച്ചതിൽ നമ്മുടെ റിപ്പബ്ലിക്കിന് ഒരു വേദഗ്രന്ഥം ഉണ്ടാക്കിയതിൽ 11 വനിതകൾ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ചൊരു വലിയ റിസർച്ച്, വലിയ തിസീസ് ഒരു പുസ്തകം വന്നിട്ടുണ്ട് കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അച്യുത് ചേതൻ, പ്രൊഫസർ അച്യുത് ചേതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തിസീസ് എന്താണെന്നറിയോ? ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ പാടുപെട്ട് പണിയെടുത്ത അമ്മമാർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ മദേഴ്സ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന ആ പുസ്തകത്തിൻ്റെ പേര് അച്യുത് ചേതൻ. ഞാനത് അടുത്ത കാലത്ത് ഞാൻ പോലും ആലോചിച്ചു. ഇപ്പം ഞാൻ പോലും ഞാൻ പറഞ്ഞാൽ മോശമല്ലാത്ത പൊളിറ്റിക്കൽ ഹിസ്റ്ററി വായിച്ചു നോക്കിയ ഒരാൾ, വായനക്കാരൻ എന്നൊക്കെ പറയാണ്. ഞാൻ പോലും അത്ഭുതത്തോടെ ഈ കഴിഞ്ഞ മാസം ഞാൻ ആ പുസ്തകം വായിച്ചത്. ഞാൻ പറഞ്ഞ ഈ കൊല്ലം ഇറങ്ങിയ പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് 11 പേരിൽ 3 പേര് മലയാളികളാണ്. ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, വേറൊരാൾ നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ അമ്മ അമ്മു സുരേന്ദ്രൻ, അല്ലേ, അമ്മു സ്വാമിനാഥൻ, റൈറ്റ്. ഈ 3 പേര്, 3 മലയാളി. ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം നമ്മുടെ പെണ്ണകങ്ങൾക്ക് എന്തുമാത്രം അഭിമാന വിജൃംഭിതമാകാനുള്ള സാഹചര്യം. 389 പേരിൽ 11 ഉള്ളൂ. മതി, അത്രയെങ്കിലും ഉണ്ടല്ലോ 11. രാജ്യം ഉണ്ടാക്കിയതിൽ 11 വനിതകളുണ്ട്. അതിൽ 3 പേർ ആദരണീയരായ വനിതകളാണ്, മലയാളികളാണ്. അത് പറയണ്ടേ? അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, TTP ആചാരി അദ്ദേഹം കൃത്യമായൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന പൂർത്തിയാകുമ്പോൾ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ 389 പേരുണ്ടെങ്കിലും മഹാഭൂരിപക്ഷവും കാഴ്ചക്കാരായിരുന്നു, ഒരു ചുക്കും ചെയ്തിട്ടില്ല. അലങ്കാരത്തിന് വേണ്ടി സർക്കാർ നോമിനേറ്റ് ചെയ്ത കമ്മിറ്റിയിൽ വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ഇത് എഴുതി ഉണ്ടാക്കിയത് ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പേര് അംബേദ്കർ എന്നാണ്. രാവും പകലും കഷ്ടപ്പെട്ട് അംബേദ്കർ എഴുതിയതാണ്. ആ അംബേദ്കറെ നമ്മൾ എന്തുമാത്രം ആദരിക്കുന്നുണ്ട് ഇപ്പോഴും. അംബേദ്കർക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ പുസ്തകത്തിൽ എന്തുകൊണ്ടോ എനിക്കറിയില്ല. അംബേദ്കർ രാജിവെച്ചതിൻ്റെ കാരണം മറച്ചു വെക്കണതിനാ എനിക്കറിയില്ല. ടീച്ചറല്ല കേട്ടോ, ഒറിജിനലില്ല. പല കാരണങ്ങളാൽ അംബേദ്കർ രാജിവെച്ചു. യോഗേന്ദ്രനാഥ മണ്ഡൽ രാജിവെച്ച് പോകുന്നത് എന്തിനാ നമുക്കറിയാം. ദളിതന്മാരോട് പാകിസ്ഥാൻ നീതി കാണിച്ചില്ല. പൂർവ്വ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശ്, അന്നത്തെ പാകിസ്ഥാൻ, 2 കൂട്ടരും നീതി കാണിച്ചില്ല. എൻ്റെ സമുദായത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് സമർത്ഥമായിട്ട്, പിന്നെ പറഞ്ഞിട്ട് പോന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് എത്തിയെന്ന് വരില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് എൻ്റെ മോന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കൽക്കത്തയിൽ നിന്ന് ഒരു ടെലഗ്രാം, എനിക്ക് തോന്നുന്നു അതുപോലും ഫാൾസ് ആവാനാണ് സാധ്യത. അന്ന് അസുഖമൊന്നും വന്ന് അമ്മാതിരി അസുഖങ്ങൾ വരണം മോനെ, അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും. മോനെ കാണാൻ വേണ്ടി കൽക്കത്തയിലേക്ക് അദ്ദേഹം തിരിച്ചു ചെന്നു. അവിടെ ചെന്നിട്ട് ആലോചിച്ചു, ഇരുന്നും കിടന്നും ആലോചിച്ചു, ഇനിയിപ്പോൾ മോൻ്റെ അസുഖം മാറിയാലും തിരിച്ചു പോകണോ വേണ്ടേ. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചയച്ചു, സോറി സാർ, ഇനി ഞാനില്ല, നിങ്ങളായിക്കോ. അങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നതാണ്, ജീവനും കൊണ്ടുപോകുന്നതാണെന്ന് പറയണം ആ കാലഘട്ടത്തിൽ. പക്ഷേ എന്തിനാണ് അംബേദ്കർ ഇതേ കാര്യം, ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട സാമ്യം. ഒരു കൊല്ലം കഴിഞ്ഞ് യോഗേന്ദ്രനാഥ മണ്ഡൽ രാജിവെച്ച് പോകുന്ന 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് അംബേദ്കർ രാജിവെച്ചു. നിയമമന്ത്രിയാണ് 2 പേരും, ഒരാൾ പാകിസ്ഥാൻ്റെ, ഒരാൾ ഇന്ത്യയുടെ. അംബേദ്കർ എന്താ രാജിവെച്ച് പോരാൻ കാരണം? അതും വളരെ പ്രധാനമാണ്, വളരെ പ്രസക്തമാണ്. ഇന്ന് എന്താ രാജിവെച്ച്? ഹിന്ദു കോഡാണ് കാരണം. പാർലമെന്റിൽ ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിൻ്റെ വിവാഹമോചന നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്, ഏകോപിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുവിനും, ബിയോണ്ട് ദ ബാർ ഓഫ് കാസ്റ്റ്, എല്ലാ ഹിന്ദുവിനും ഒരുപോലെ ബാധകമായ ഒരു ദാമ്പത്യ നിയമം, വിവാഹമോചന നിയമം ബില്ല് വന്നപ്പോഴാണ് ഇതോ ഭാരതീയ സംസ്കാരത്തെ തകർക്കുന്നതെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായി വലിയ കലാപം തുടങ്ങിയത്. ആരെങ്കിലും ഒന്ന് ചെറിയ പ്രതിഷേധം തുടങ്ങിയാൽ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരും സഹിക്കുമോ? അതുകൊണ്ട് അവർക്ക് പാർട്ടിയുടെ ഉള്ളിൽ എതിർപ്പായി രാജിവെച്ച് പോന്നു അദ്ദേഹം. ഞാൻ പറയുന്ന അതുപോലും പ്രസക്തമാണ്. അംബേദ്കർ രാജിവെച്ച കാരണവും ഇന്ന് വളരെ പ്രസക്തമാണെന്ന് ഞാൻ പറയുന്നത്. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വേറിട്ട് നിൽക്കുന്ന ഈ വ്യക്തി നിയമങ്ങളാണ്. ഞാൻ ആ വ്യക്തി നിയമങ്ങൾ വായിച്ചു നോക്കിയ ഒരു വായനക്കാരൻ എന്നൊക്കെ ഞാൻ പറയുകയാണ്. ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനെ നൽകുക ഞാൻ പറയുകയാണ്, എല്ലാ വ്യക്തി നിയമങ്ങളും, എല്ലാ മതത്തിൻ്റെയും വ്യക്തി നിയമങ്ങൾ ലിംഗനീതിക്ക് നിരക്കുന്നതല്ല. എല്ലാ മതത്തിൻ്റെയും, ഹിന്ദു കോഡായാലും മുസ്ലിം കോഡായാലും ക്രിസ്ത്യൻ കോഡായാലും ഒക്കെ ലിംഗനീതി ഇല്ല. സ്ത്രീകളോട് കടുത്ത വിവേചനം നിലനിൽക്കുന്നുണ്ട്. 2 ഓപ്ഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ ഈ വ്യക്തി നിയമങ്ങളൊക്കെ ഓരോന്നായി പരിഷ്കരിച്ച് നിയമം ഉണ്ടാക്കണം. അതിന് ആർജവമുള്ള ഗവൺമെൻറ്റുകൾക്ക് സാധ്യമാണ്. ഗോവയിൽ അത് വന്നിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത് സാധ്യമാണോ?
സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ആയുധമാണോ? അതോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ? ഇന്ത്യയിലെ മതയാഥാസ്ഥികന്മാർ വോട്ടിന് വേണ്ടി കൂടെ നിർത്തിയിട്ട് ഈ മൗലാനമാരുടെ കൂടെ നിന്നാൽ മതിയോ? ചേകന്നൂർ മൗലവിയെ കൊന്ന പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കൂട്ടുനിന്നാൽ മതിയോ? മനുഷ്യന്റെ പൗരാവകാശത്തിൽ ലിംഗനീതി നടപ്പാക്കാൻ ഇവിടുത്തെ എല്ലാ മതസമുദായങ്ങൾക്കും തിരുത്താൻ നിയമം കൊണ്ടുവരാൻ പറ്റും. അതാണ് ഓരോ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് വരേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അത് ആത്യന്തികമായി എളുപ്പമുള്ള ഒരു പരിഹാരം അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ സങ്കടത്തോടെ പറയട്ടെ, സംവാദമാണല്ലോ, ശിവശങ്കർ സാർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് തോന്നുന്നത് യൂണിഫോം സിവിൽ കോഡ് പോലെ സമീപകാലത്ത് ഇന്ത്യയിൽ വലിയ തോതിൽ വിവാദവും സംവാദവും ഉണ്ടാക്കിയ നിയമങ്ങളൊന്നും കോലാഹലം ഉണ്ടാക്കുന്നത് പോലെ നടപ്പാക്കുന്നതിൽ വേണ്ടത്ര ആത്മാർത്ഥതയുണ്ടോ നമുക്ക് എന്നൊരു ശങ്ക എനിക്കുണ്ട്. അത് ശങ്കിക്കേണ്ടത് ഞാൻ തന്നെയാണ്, എൻ്റെ ബാധ്യതയാണത്. അത് വേറൊന്നുമല്ല. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ CAA അല്ലേ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. അത് ബില്ലായപ്പോൾ CAB ആയി, പ്രസിഡന്റ് ഒപ്പുവെച്ചപ്പോൾ നിയമമായി അല്ലേ? എത്ര കാലമായി സ്നേഹിതന്മാരെ? 4 കൊല്ലവും 2 ആഴ്ചയും കഴിഞ്ഞു അല്ലേ? ഡിസംബർ 9 എന്താ തടസ്സം? മൗലികമായ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കെൽപ്പുള്ള ഒരു ഭരണകൂടം വലിയ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുമ്പോൾ എന്താണ് CABക്ക് ആക്ട് ഉണ്ടാക്കി വെച്ചിട്ട് റൂൾ ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? എന്താ താമസം? ആർക്ക് വേണ്ടിയാണ്? ഞാൻ ബലമായി സംശയിച്ചു പോകുന്നു. ഈ ഗവൺമെൻറ്റുകളെ സംശയത്തോടെ മാത്രം കാണുന്നൊരു കണ്ണ് ഞങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഭരണകൂടമായിട്ട് കരുതിയാൽ മതി, ഞാൻ രാഷ്ട്രീയ പാർട്ടികളല്ല. ഞാൻ സംശയിക്കുന്നത് എലക്ഷൻ വരുമ്പോൾ മാത്രമുള്ള ഒരു ക്യാമ്പയിൻ മാത്രമായിട്ട് മൗലികമായ ഭരണപരിഷ്കാരങ്ങൾ ഉപയോഗിക്കരുത്. ക്രിയേറ്റീവ് ആയിരിക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഉണ്ടാക്കണം. അതാണ് CAB. UCCയുടെ സ്ഥിതി എന്താ? യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഞാൻ സംശയാസ്പദമായി, ഞാൻ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഇന്ത്യയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ പോലും അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന, ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ്. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് നല്ലതാണെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ, യൂണിഫോം സിവിൽ കോഡിന് അതാത് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ക്രിസ്ത്യാനികളെ വോട്ട് വേണമെന്ന് തോന്നുമ്പോൾ ക്രിസ്ത്യാനി ഉണ്ടാവില്ല കേട്ടോ. ആദിവാസി ഗോത്രങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ ആദിവാസികളില്ല കേട്ടോ. പിന്നെ എന്താണോ യൂണിഫോം എന്ന് പറഞ്ഞ അർത്ഥം? ഓരോരോ സമുദായങ്ങൾക്ക് വന്ന് ആളുകൾക്ക് വെറുതെ തോന്നും. എന്താ തോന്നലെന്ന് പറയാം, ഇതാ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം നിയമമാണ്, അവരെ മാത്രം ബാധിക്കാനുള്ളതാണ്, അവരെ പ്രകോപിപ്പിക്കാനുള്ളതാണ്, അവർ പ്രകോപിതരായാൽ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തി വോട്ട് ബാങ്ക് കൂട്ടിക്കളയാം എന്നൊക്കെയുള്ള ചിന്ത ഭരണകൂടത്തിന് സാധ്യമാണ്. ഭരണകൂടത്തിന് അത് ന്യായവുമാണ്. ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് അതത്ര ആശാസ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അംബേദ്കർ രാജിവെച്ചത് എന്തുകൊണ്ട് എന്നുപോലും ചർച്ച ചെയ്യേണ്ട സമയത്ത് അത് വേണ്ടത്ര വിശദീകരിക്കാതെ പോകേണ്ടിയിരുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം അനിവാര്യമായും മലയാളിയുടെ കൈകളിൽ എത്തേണ്ടതാണ്. ഓരോരുത്തരും ഒരു 10 കോപ്പിയെങ്കിലും വാങ്ങിയിട്ട് മലയാളിക്ക് കൊടുക്കേണ്ടതാണ്. ജയശ്രീ ടീച്ചറെ നിരന്തരമായി ഇത്തരം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും കാഭ ചേട്ടനെ നിരന്തരമായി ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും നമ്മളൊക്കെ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ ആദരപൂർവ്വം മലയാളിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചതിൽ നിങ്ങളോട്, അങ്ങനെ ഒരു സൗഭാഗ്യം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും, പ്രത്യേകിച്ച് കാഭ ചേട്ടനോടും നിങ്ങളോട് എല്ലാവരോടും, ഭാരതീയ വിചാര കേന്ദ്രത്തോടും കുരുക്ഷേത്രത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഹൃദയം തുറന്ന നിരീക്ഷണങ്ങളായിരുന്നു അടുത്തതായി ശിവസേന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ കാഭ സുരേന്ദ്രൻജി, സ്വാഗതം പറഞ്ഞ ശ്രീ വിദ്യാസാഗർ, വേദിയിലിരിക്കുന്ന പുസ്തക പ്രകാശനം ചെയ്ത ശ്രീ അഹമ്മദ് സർ, ശ്രീമതി ജയശ്രീ ചേച്ചി, ശ്രീ PS അരവിന്ദാക്ഷൻ സർ, സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തെക്കുറിച്ച് ഏതാണ്ട് ബഹുമാനപ്പെട്ട സുരേന്ദ്രൻജിയും AP അഹമ്മദ് സാറും ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിനി പറയാനുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്നതും ഇതിൻ്റെ രാഷ്ട്രീയമായൊരു വായന മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട്
ചരിത്രപരവും മറ്റുള്ള പല കാര്യങ്ങളും അവർ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കാര്യം, ശ്രീ അഹമ്മദ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മൗലിക ഗ്രന്ഥത്തെ വായിക്കുന്നത് പോലെ തന്നെ ഈ വിവർത്തനവും വായിക്കാവുന്നത്ര സുഖകരമായി. അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇതൊരു ഹിന്ദി ട്രാൻസ്ലേഷൻ, ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേഷനാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരൊറ്റ വായനയ്ക്ക് കൊണ്ട് തന്നെ പൂർണ്ണമായി വായിക്കാവുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ജയശ്രീ. പക്ഷേ പുസ്തകത്തിൻ്റെ കണ്ടൻറ് അത്ര ഈസി അല്ല. ചരിത്രം ഒക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ കാലഘട്ടങ്ങൾ. രണ്ടുപേരുടെയും ചരിത്രങ്ങൾ പറയുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹിന്ദി നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒട്ടും അറിയാത്ത എനിക്ക് പോലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഒരു ഹിന്ദി പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്നു എന്നുള്ള രീതിയിൽ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മൗലിക രചന തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ടീച്ചർ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചെയ്തു എന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെ പൊക്കി പറഞ്ഞാലും വലിയ ക്രൂരതയും കൂടി ടീച്ചർ ചെയ്തിട്ടുണ്ട്, ഒരു ചതി തന്നെ. അത് ഞാൻ ഉച്ചയ്ക്കാണ് ഇത് മനസ്സിലാക്കിയത്. അതിൻ്റെ ആഘാതം അതെനിക്ക് കുറയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പ്രാന്തക്കാരത്തിൽ പോയപ്പോഴാണ് ടീച്ചറിൻ്റെ ഈ ഒരു ശക്തി മനസ്സിലായത്. അവിടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക്. ഞാൻ ശക്തിയുക്തം ഒരു 5-6 പേരെ തടഞ്ഞ് അവിടെ പ്രാന്തക്കാരിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ടും അതിന് രക്ഷപ്പെട്ട അശോകേട്ടൻ, അതേപോലെ ശശിയേട്ടൻ, വേണുവേട്ടൻ, അങ്ങനെ കുറേ പേര്, ശശി മാഷ് പുറകിൽ രഹസ്യമായിട്ടിരിപ്പുണ്ട്. കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ മുൻപിൽ വെച്ച് ചരിത്രവും രാഷ്ട്രീയവും ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ടമാണ്. കാരണമൊക്കെ ഞാനൊക്കെ പ്രസംഗം കേട്ട് വളർന്ന ചരിത്രവും രാഷ്ട്രീയമൊക്കെ പഠിച്ചത് ഇവരുടെ മുഖത്തുനിന്നാണ്. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി എടുത്തിട്ട് എനിക്ക് പുസ്തകം തരിക, എന്നിട്ട് എന്നെ ഒരു കോമാളിയാക്കുക എന്നുള്ള ഉദ്ദേശമാണ് നിങ്ങൾക്കൊക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും എന്നിരുന്നാലും എൻ്റെ വെട്ടിത്തരങ്ങൾ പറയാൻ ഒരു മടിയില്ല. കാരണം നിങ്ങളുടെയൊക്കെ മുന്നിൽ ടെലിവിഷൻ ചാനലിൽ ഇരുന്നുകൊണ്ട് നിങ്ങളൊക്കെ മുമ്പിൽ ഇരിക്കുമ്പോഴും പല വെട്ടിത്തങ്ങളും പറയണ കാരണം എനിക്ക് ആ പേടിയില്ല എന്ന് നിങ്ങളുടെ മുൻപിൽ പ്രൂവ് ചെയ്യാൻ കൂടിയിട്ടാണ് ഞാൻ ഈ പ്രസംഗം ധൈര്യത്തോടെ നിൽക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ രാഷ്ട്രീയ വായനയും ചരിത്രപരമായ അദ്ദേഹം വിട്ടുകളഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ചരിത്രപരമായി ഈ പുസ്തകത്തെ സമീപിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു പാഠം ചരിത്രത്തിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണ്. ഇത് ഞാൻ കേട്ടത് പരമേശ്വർജി OTCയിൽ വെച്ചിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ ഏതോ പ്രഭാഷണത്തിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ഫെഡറിക് ഹെഗൽ എന്നുള്ള ഒരു ഫിലോസഫറാണ്. ചരിത്രത്തിൽ നിന്നും നാം പഠിക്കുന്ന ഒരേ ഒരു കാര്യം, ചരിത്രത്തിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വേറെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനോട് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ലോകചരിത്രം പ്രതിനിധീകരിക്കുന്നത് ആത്മാവിൻ്റെ സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ വികാസത്തെയും അതിൻ്റെ അനന്തരഫലമായി ഈ സ്വാതന്ത്ര്യം സാക്ഷാത്കാരത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഉയരും. അങ്ങനെയൊന്നും ചരിത്രത്തിൽ നടന്നിട്ടില്ല. എങ്കിലും ചരിത്രത്തിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. മുഹമ്മദ് സാർ പറഞ്ഞത് ശരിയാണ്. ഈ മണ്ഡലിൻ്റെ ചരിത്രം, ആ ചരിത്രം പഠിക്കുമ്പോൾ അത് സത്യത്തിൽ ഇവിടെ ഈ കാര്യങ്ങൾ യോഗേന്ദ്ര മണ്ഡലിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പല കാര്യങ്ങളിലും ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം മണ്ഡലിനെ, ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യരുത് എന്ന് തന്നെയാണ് എന്ന് പലകുറി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ ഈ യോഗേന്ദ്രനാഥ് മണ്ഡലിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഭജന കാലത്ത് പോലും സത്യത്തിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കളും ഇത്രയേറെ പഠിച്ച മണ്ഡൽ പോലും ചരിത്രത്തെ കൃത്യമായി പഠിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ പോലും മറന്നു എന്നാണ്. നമുക്കറിയാം ഈ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ആ പുസ്തകത്തെയും ചരിത്ര പുസ്തകന്മാരെയും പഠിക്കേണ്ടതെന്നും അവരെ വിലയിരുത്തേണ്ടതെന്നും സാറ് പലകുറി ആവർത്തിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അതിനു മുൻപിൽ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് യോഗേന്ദ്ര മണ്ഡൽ ആലോചിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം. ഒരു വിഷയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ 1000 AD ക്രിസ്തുവർഷം 1000 വർഷത്തിൽ
ഇവിടെ ജനസംഖ്യ ഏതാണ്ട് 20 കോടിയായിരുന്നു എന്നും അത് ഏതാണ്ട് 1500 AD അത് ഏതാണ്ട് 17 കോടിയായി ചുരുങ്ങിയെന്നും, ഏതാണ്ട് അത്രയും വർഷം 500 വർഷം കഴിഞ്ഞിട്ടും ചുരുങ്ങുകയാണ് ചെയ്തതെന്നും ഉള്ള ഒരു ചരിത്രം നമ്മളുടെ മുന്നിലുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നിരന്തരമായി ഇന്ത്യയെ ആക്രമിച്ച ശക്തികൾ, വൈദേശ ശക്തികൾ ഈ രാജ്യത്തെ എങ്ങനെയാണ് തകർത്തതെന്നും എങ്ങനെയാണ് നിരന്തരം കൊള്ളകൾ നടത്തിയെന്നും അതുമൂലം ഉണ്ടാകുന്ന പട്ടിണിയും രാജ്യത്തിൻ്റെ തകർച്ചയും എല്ലാം എങ്ങനെ സംഭവിച്ചുവെന്നും ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരം ഭരണാധികാരികൾ ഇന്ത്യയിലെ എല്ലാ വംശത്തെ, അതൊരു പ്രത്യേക വിഭാഗത്തെ മാത്രമല്ല, നമുക്കറിയാം ജസിയ പോലുള്ള കരങ്ങൾ ചുമത്തിയിരുന്നതിൽ നിന്നും വിഭജിച്ചിരുന്നത് അല്ലെങ്കിൽ ജസിയ കൊടുക്കാതെ മാറ്റി നിർത്തിയത് ബ്രാഹ്മണരെ മാത്രമായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള യാതൊരുവിധ ഒരു ദളിത് മുന്നേറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ബ്രാഹ്മണരെ, ചെറിയ ഒരു വിഭാഗം വരുന്ന ബ്രാഹ്മണർക്ക് മാത്രം ജസിയ പോലുള്ള കരങ്ങൾ പോലും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ദളിതർക്ക് മാത്രം, അല്ലെങ്കിൽ മറ്റുള്ള നാമശൂദ്രരടക്കമുള്ള ആളുകൾക്ക് മാത്രം ഇത്തരം നികുതികൾ ചുമത്തിയിരുന്ന ഒരു വിഭാഗത്തിനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളെ, അതിൻ്റെ പിന്തലമുറക്കാരെ വിശ്വസിക്കുക എന്നുള്ള അതികഠിനമായ വിഡ്ഢിത്തം എന്തിനാണ് ഇവർ ചെയ്തത് എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ പഠിക്കുക മാത്രമല്ല, അത് എങ്ങനെ നടപ്പാകാതിരിക്കുക എന്ന് മാത്രമല്ല, അത് നിരന്തരം ഓർമ്മിക്കുക കൂടി വേണം ഈ കാലഘട്ടത്തിൽ. അതിനെ വെറുതെ വിമർശിക്കുക മാത്രമല്ല, അതിനെ പഠിക്കുകയും അതെങ്ങനെ നടക്കാതിരിക്കുകയും അതിനെ ഈ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ തടയാൻ പറ്റും എന്നുകൂടി ആലോചിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. കാരണം പുതിയ ചരിത്രം, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ തന്നെ, ഇപ്പോൾ നമുക്കറിയാം മറ്റു പല രാജ്യങ്ങളിലും കുടിയേറ്റക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ CAA ബില്ല് ഇവിടെ ബില്ലായില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഒരു സമീപനം നടന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ആ ട്രാപ്പിലേക്ക് ഞാൻ വീഴുന്നില്ല. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം എന്ന് നമ്മൾ മലയാളികൾ മിനിമം മനസ്സിലാക്കണം. ഞാനത് മലയാളികളെന്ന് പറയാൻ കാരണം, നോക്കൂ, നമ്മളുടെയൊക്കെ ചരിത്രബോധം, അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാരുടെ ചരിത്രബോധം, പോർച്ചുഗീസുകാരുടെയൊക്കെ ക്രൂരത നേരിട്ട് കണ്ട, അല്ലെങ്കിൽ അത്തരം പോർച്ചുഗീസുകാരുടെ ക്രൂരത കൊണ്ട് ഓടിപ്പോന്ന എത്രയോ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ പോലും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പോർച്ചുഗീസ് ഫുട്ബോളറുടെ ആയാലും നായകരുടേതായാലുമുള്ള വലിയ ചിഹ്നങ്ങൾ പേറിക്കൊണ്ട് ചെറുപ്പക്കാർ നടക്കുന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നമ്മളുടെ അല്ലെങ്കിൽ എൻ്റെയോ നിങ്ങളുടെയോ പൂർവികരെ, അമ്മുമ്മമാരെ എല്ലാം നിരന്തരം ക്രൂരമായി പീഡിപ്പിക്കുകയും, മതം മാറ്റം മാത്രമല്ല ക്രൂരമായി പീഡിപ്പിക്കുകയും, അത് സ്ത്രീകളെയെല്ലാം ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്ത പറങ്കികളുടെ അടുത്ത തലമുറയെല്ലാം നമുക്ക് വലിയ ഉയരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഫുട്ബോൾ ചെയ്യുന്ന ആൾക്കാരെ, റൊണാൾഡോയെല്ലാം നമ്മൾ ഇത്ര ഉയർത്തിക്കാട്ടുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്വന്തം മതത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റത്തിന്, മുൻകാലങ്ങൾ ചെയ്ത കുറ്റത്തിന് ഈ പുതിയ കാലഘട്ടത്തിൽ അവനെ നിരന്തരം വെറുക്കണമെന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? അതായത് വിദേശികളായ അക്രമകാരികൾ ചെയ്തത് മറക്കാനും, സ്വന്തം നാട്ടിലെ മുൻ തലമുറ ചെയ്ത കുറ്റത്തിന് ഇന്നും അവരെ വളരെ രൂഢമായി ശിക്ഷിക്കുവാനും ശ്രമിക്കുക എന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയമായി നമ്മളെ നമ്മളുടെ തകർത്തുകയും, അല്ലെങ്കിൽ നമ്മളുടെ മാനസികമായി നമ്മളെ ഈ ചിലരെങ്കിലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയതിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അംബേദ്കറെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം വളരെ രസകരമായി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അംബേദ്കർ രാജിവെച്ച കാര്യം എന്തുകൊണ്ടാണെന്ന് സൂചിപ്പിച്ചില്ലെങ്കിലും അംബേദ്കർ എന്തുകൊണ്ടാണ് തോറ്റത്, തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം എങ്ങനെയാണ് തോറ്റത് എന്നതുകൂടി നമ്മൾ പഠിക്കണം. അപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ രാജിയും അംബേദ്കറിൻ്റെ രാഷ്ട്രീയം എന്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തകർന്നുപോയി, അല്ലെങ്കിൽ ഇല്ലാതെ പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, അംബേദ്കർ ആദ്യത്തെ ഭരണഘടനാ അതിലേക്ക് വരാൻ കാരണം മണ്ഡലാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ടാക്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അംബേദ്കറിന് ജയിച്ചു വരാൻ സാധിച്ചത്. എന്നിട്ട് വളരെ ആസൂത്രിതമായി അംബേദ്കർ ജയിച്ച മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ 71% ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ആ ജില്ലകളെ കൃത്യമായി പാകിസ്ഥാനിലേക്ക്, ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് മാറ്റി നൽകിക്കൊണ്ട് അംബേദ്കറെ ശരിക്ക് സ്ഥാനഭ്രഷ്ടനാക്കാൻ ആരാണ് ശ്രമിച്ചത്? ഞാൻ ജിന്നയുടെ കാര്യത്തിലേക്ക് വരാം.
അപ്പോൾ അംബേദ്കറെ ഈ ഭരണഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയിലെ ഒരാളുടെയെങ്കിലും മാത്രം ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു. അതുപ്രകാരം അംബേദ്കറെ സത്യത്തിൽ പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടനാക്കി. തിരഞ്ഞെടുപ്പ് തോൽക്കുന്നതിന് മുൻപും അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഇത് അദ്ദേഹത്തെ പൂർണ്ണമായി ട്രാപ്പ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചിരുന്നു. ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇല്ലാതാക്കി. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്നത് മാന്യമായി രാജിവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയമായി നശിപ്പിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ ആവശ്യമായിരുന്നു. അത് കൃത്യമായി നടപ്പിലാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അംബേദ്കറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകാലത്തിൽ മരിക്കുവാൻ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആത്മരോഷമോ അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റുകളോ ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു അകാലത്തിൽ നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ എനിക്കും അവകാശമുണ്ടല്ലോ പ്രഭാഷകനായാലും. അപ്പോൾ അംബേദ്കറുടെ ജീവിതത്തിൽ പറ്റിയ ആ തെറ്റും കൂടി നമ്മൾ മനസ്സിലാക്കണം. 2, അംബേദ്കറിൻ്റെ തിരഞ്ഞെടുപ്പ് 1951 ഒക്ടോബറിലും 52 ഫെബ്രുവരിയിലുമായിട്ട് ആദ്യമായിട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ അംബേദ്കർക്ക് എതിരാളിയായി കോൺഗ്രസിൻ്റെ, നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, ആരായിരുന്നു അംബേദ്കറെ തോൽപ്പിച്ചത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തെ തോൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നാരായൺ കിലോർക്കർ. അദ്ദേഹത്തെയാണ് കോൺഗ്രസ്, നെഹ്റു അവിടെ അംബേദ്കറിനെതിരായ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് തോൽപ്പിച്ചത് ബോംബെ നോർത്തിൽ. എത്രത്തോളം നാണക്കേടായിരിക്കും സ്വന്തം സെക്രട്ടറിയെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരിക. അതുമാത്രമല്ല, അന്ന് നെഹ്റു അവിടെ 4 പ്രാവശ്യമാണ് ബോംബെ നോർത്തിൽ വന്ന് പ്രസംഗിച്ചത്. സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം മതിയായിരുന്നു, വിജയിക്കുമായിരുന്നു. പക്ഷേ അംബേദ്കറെ തോൽപ്പിക്കുക എന്നുള്ള വാശിയോടുകൂടി ബോംബെ നോർത്തിൽ 4 പ്രാവശ്യം വന്നിട്ടാണ് നെഹ്റു വന്ന് പ്രസംഗിച്ചതും അംബേദ്കറുടെ തോൽവി ഉറപ്പാക്കിയതും. അപ്പോൾ അംബേദ്കർ രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിൽ വിജയിക്കരുത് എന്ന ആഗ്രഹം, അംബേദ്കറെ പുറത്താക്കണമെന്ന ആഗ്രഹം, അതിൻ്റെ കൂടെ അതിനെ സഹായിക്കുവാനായിട്ട് ഡാംഗെ പോലുള്ള CPIയുടെ നേതാക്കൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അംബേദ്കർക്ക് അബദ്ധവശാലെങ്ങാനും നിങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വായിൽ വെച്ച് വിഴുങ്ങണമെന്ന് വരെ പ്രസംഗിച്ച CPIയുടെ നേതാവ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അംബേദ്കർക്കെതിരെ ആരാണ് ആ കാലഘട്ടങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പ്രചരണം നടത്തിയത്, അംബേദ്കറെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കരുത് എന്നും അതുപോലെ തന്നെ അംബേദ്കറെ അസംബ്ലിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിജയിപ്പിക്കരുത് എന്നും അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് എത്തിക്കരുതെന്നും നിശ്ചയിച്ച 2 ആളുകളുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ചരിത്രത്തിലുള്ളതാണ്, ഈ പുസ്തകത്തിലുള്ള, പക്ഷേ ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ ആ വ്യക്തികൾ തന്നെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇന്ന് അംബേദ്കറെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നു, ചരിത്രത്തെ തിരിച്ചൊടിക്കുന്നു. എന്നിട്ട് യഥാർത്ഥ അംബേദ്കർസ് ഞങ്ങളാണ് ദളിത് രക്ഷകരെന്ന് പറയുന്നു. ഇതാണ് ചരിത്രത്തിൻ്റെ ഇന്നത്തെ കാണുന്ന ഭാഗം. പക്ഷേ അംബേദ്കറെ ചതിച്ചത് ആ കാലഘട്ടത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ CPIയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് അംബേദ്കറിൻ്റെ ചരിത്രം. നേരെ മറിച്ച് ഇപ്പുറത്ത് ഇന്ന് ദളിത് സംരക്ഷകരായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ദളിത് മുസ്ലിം കൂട്ടുകെട്ടിലൂടെ ലോകത്തിലെ മുഴുവൻ ദളിതരെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ദളിതരെയെങ്കിലും രക്ഷിക്കുമെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, അവരെങ്ങനെയാണ് യോഗേന്ദ്ര മണ്ഡലിനെ തകർത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അംബേദ്കറിനെ തകർത്തത് 2 പേര്, മണ്ഡൽ വിശ്വസിച്ചുകൊണ്ട്, തൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കതിൽ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണോ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിൻ്റെ കൂടെ പോയത്, അദ്ദേഹത്തിന് പറ്റിയ ചതികളും ബാക്കി കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തകർന്നു പോയ കാലഘട്ടം. ഞാനത് ശ്രീ അഹമ്മദിൻ്റെ ഒരു വാദവും മാത്രം, ജിന്നയെ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ജിന്ന ഏറ്റവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അല്ല, അങ്ങനെ ഒരു ധാരണ ജനങ്ങൾക്ക് വരുവാണെങ്കിൽ ഇതിൽ പേജ് നമ്പർ 96ഉം 97ഉം നമ്മളൊന്ന് വായിച്ചു നോക്കണം. സംഘടനയിലെ പടൽ പിണക്കൾക്കെന്ന് പറയുന്ന ഒരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കൽക്കത്ത ഭാഗത്തുള്ള ഒരു പാകിസ്ഥാനിൽ, അന്നത്തെ പാകിസ്ഥാനിൽ ഏതോ നേട്ടത്തിന് വേണ്ടി മുസ്ലിം മൗലികവാദി നേതാവ് നൂറുൽ അമീൻ്റെ പാർട്ടിയുമായി സന്ധിയുണ്ടാക്കി വിമതരായ ദ്വാരകാനാഥ് ബാറൂറിയും
ബോലോനാഥ് വിശ്വാസും MLA പത്രസമ്മേളനം വിളിച്ചുകൂട്ടി യോഗേന്ദ്രനാഥിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ജിന്നയുമായി സംസാരിക്കുന്നു, ഇത്തരത്തിൽ അവിടെ ഒരു വിമത പ്രശ്നം നടക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബോലേന്ദ്രനാഥിനെ ദ്വാരകാനാഥ് ബരൂരിയെ കിഴക്കൻ പാകിസ്ഥാനിലെ മന്ത്രിസഭയിൽ ഈ യോഗേന്ദ്രനാഥ് അറിയാണ്ട് ഉൾപ്പെടുത്തി. ഇത് ഇദ്ദേഹത്തോട് പറയുമ്പോൾ യോഗേന്ദ്രനാഥ് ഇക്കാര്യങ്ങളെല്ലാം ജിന്നയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ജിന്ന കാര്യങ്ങളെല്ലാം കേട്ടു, പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല. കാര്യങ്ങൾ കൂടുതൽ മോശമാവുന്നത് കണ്ട് അദ്ദേഹം വീണ്ടും ജിന്നയെ കാണുകയും സ്ഥിതി തുടരുകയാണെങ്കിൽ തനിക്ക് പ്രവർത്തിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന ദേഷ്യത്തോടെ തൻ്റെ എതിർപ്പ് പ്രകടമാക്കുകയും താൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്തു. ജിന്ന അദ്ദേഹത്തിൻ്റെ ദേഷ്യം വകവയ്ക്കാതെ ഇങ്ങനെ പറഞ്ഞു: രാജിവെച്ചതിന് ശേഷം തങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് സന്തോഷപൂർവ്വം ചെയ്യാം എന്ന് പറഞ്ഞ് ഈ അധ്യായം വേറെ രീതിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെയും ചേർത്തുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പെട്ടെന്നൊരു ഫ്ലൈറ്റ് പിടിച്ചു പോകുന്നു, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ജിന്നയെല്ലാം ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുമെന്നെല്ലാം പറയുമ്പോൾ ഇവിടുത്തെ ഉദാഹരണത്തിന് അഹമ്മദ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു കാബ സുരേന്ദ്രൻജി, അദ്ദേഹം വാക്ക് പാലിച്ച് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഹമ്മദ് സാറിനെ നിരന്തരം ചീത്ത വിളിക്കുകയെന്ന് വിചാരിക്കും. കാബ സുരേന്ദ്രൻ്റെ അക്ഷരം മിണ്ടുന്നില്ലെങ്കിൽ കാബ സുരേന്ദ്രൻജി മാന്യനാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതേപോലെ ജിന്ന വിളിച്ചു വരുത്തിയിട്ട് ഇയാളോട് ഈ ആൾക്കാരെ മുഴുവൻ കൊല്ലുമ്പോഴും ഇയാൾ രാജിവെക്കാൻ പോകണം, ഇയാളുടെ ശത്രുതയിലുള്ള ആളെ പിടിച്ച് അവിടെ മുഖ്യമന്ത്രിയായപ്പോഴും നിശബ്ദനായി നിൽക്കുകയും നിങ്ങളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ സ്ഥലം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ജിന്ന മാന്യനാണെന്ന് വിശ്വസിക്കാനല്ല എനിക്ക് താല്പര്യം. അദ്ദേഹം വളരെ കുതന്ത്രശാലിയായ, ഇദ്ദേഹത്തെ ട്രാപ്പ് ചെയ്ത് അവിടെ നിർത്തിക്കൊണ്ട് തൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കിയ മറ്റൊരു വ്യക്തിത്വമാണ്. ഇന്ത്യയിലെ മറ്റൊരു പ്രധാനമന്ത്രിയേക്കാൾ ഒട്ടും മോശക്കാരനല്ലാത്ത മറ്റൊരു കുതന്ത്രശാലിയായ പ്രധാനമന്ത്രിയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൽ ഞാൻ ഞെട്ടിപ്പോയ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ധാക്ക കലാപം ഉണ്ടായത് എന്തിനാണ് എന്ന് ഇതിലൊരു അധ്യായമുണ്ട്. സത്യത്തിൽ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ധാക്ക കലാപം ഉണ്ടായത് പേജ് നമ്പർ 119 പറയുന്നുണ്ട്. ധാക്ക കലാപത്തിൻ്റെ കാരണം കൽശീരയിലും നാച്ചൗലിയിലും, അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിശ്വസിക്കുന്നത്, നടന്ന കലാപത്തെക്കുറിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുവാൻ അവസരം നേടി കോൺഗ്രസ്സുകാർ. അത് നിഷേധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ വാക്കൗട്ട് നടത്തി. അപ്പോൾ വാക്കൗട്ട് നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കലാപം ഉണ്ടായത്. അതായത് അവിടെ കലാപം ഉണ്ടായി, അങ്ങനെ 2 കലാപം ഉണ്ടായി. ആ കലാപത്തെക്കുറിച്ച് പ്രതിഷേധിക്കുവാനായിട്ട് അടിയന്തര പ്രമേയം വേണമെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചില്ല. അപ്പോൾ ആ അംഗങ്ങൾ വാക്കൗട്ട് നടത്തി. ഇത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു പ്രതിഷേധമാണെന്ന് കണ്ട് വീണ്ടും കലാപം നടത്തി, അതിനേക്കാൾ വലിയ കലാപം നടത്തി എന്നാണ് ഈ പുസ്തകത്തിൽ യോഗേന്ദ്രനാഥ് തന്നെ ആരോപിക്കുന്നതും അദ്ദേഹം വിചാരിക്കുന്നതും. ധാക്ക കലാപത്തിൻ്റെ കാരണം ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പ്രതിഷേധിക്കുവാൻ പോലും അവകാശമില്ലാത്ത ഒരു വിഭാഗമായി ആ കാലഘട്ടത്തിൽ ജനങ്ങളെ അല്ലെങ്കിൽ ആ വിഭാഗം മാറിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിശബ്ദനായി രാജിവെച്ച് അല്ലെങ്കിൽ രാജിക്കത്ത് തൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഓടിക്കളഞ്ഞതും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ രാജിക്കത്ത് പോക്കറ്റിലിട്ട് ഓടിക്കളഞ്ഞ ആദ്യത്തെ ആളൊന്നും അല്ല കേട്ടോ ഇദ്ദേഹം. ചെഗുവേരയും ഇങ്ങനെ രാജിക്കത്ത് പോക്കറ്റിലിട്ട് ഓടിക്കളഞ്ഞ ആളാണ്. അത്രയും കഥകൾ വേറെയുണ്ട്. ആ കഥ പുറത്തു പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചെഗുവേരയ്ക്ക് ബൊളിവിയൻ വിപ്ലവം നടത്താൻ തന്നെ പറ്റില്ലായിരുന്നു. അത് പറഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നവും. അപ്പോൾ ഈ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് യോഗേന്ദ്രനാഥ് അനുഭവിച്ച കാര്യങ്ങൾ ധാരാളമുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ ഈ പുസ്തകത്തിന് മുഴുവൻ പറഞ്ഞേണ്ടി വരും, അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിക്കില്ല. ഇതുപോലെ തന്നെ യോഗേന്ദ്രനാഥ് ചെയ്ത വേറൊരു തെറ്റ് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് 1947 ജൂൺ 4 അദ്ദേഹം ജിന്നയ്ക്ക് വളരെ കൃത്യമായിട്ട് എഴുതിയിരുന്നു. ഈ പാകിസ്ഥാൻ ഞാൻ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് ദീർഘമായ കത്ത് എഴുതിയിരുന്നു. അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മതം മാറിയില്ലെങ്കിലും അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം കണ്ട ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്ന ഒരു തെറ്റ്. അതുപോലെ തന്നെ പേജ് നമ്പർ 63 ഏറ്റവും ഈ കാലഘട്ടത്തിൽ വിചിത്രമായ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് 1946 മാർച്ച് 14 മുംബൈയിലെ നാരാ പാർക്കിൽ 70,000 പങ്കെടുത്ത ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബാബാ സാഹേബ് ഇങ്ങനെ പറയുന്നുണ്ട് അത്രേ. അതായത് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ രാജ്യത്തിൻ്റെ വിഭജനം ആവശ്യപ്പെടുന്നില്ല. അത് അംബേദ്കറുടെ അഭിപ്രായമാണ്. അദ്ദേഹം ഞങ്ങൾ രാജ്യത്തിൻ്റെ വികസനം ആവശ്യപ്പെടുന്നില്ല. കോൺഗ്രസ് അന്തർദേശീയ സമിതി രൂപീകരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യട്ടെ, ആ കമ്മിറ്റിയുടെ തീരുമാനം നമുക്ക് അംഗീകരിക്കാം.
കോൺഗ്രസിൻ്റെ തീരുമാനം നിങ്ങൾക്ക് അംഗീകരിക്കാമെന്ന് പറയുന്നു. അല്ലാതെ കോൺഗ്രസ് ഭരണത്തിൽ സർവ്വസാധാരണ ജനതയ്ക്ക് ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. സർവ്വസാധാരണ ജനത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമശൂദ്രൻ എന്നായിരിക്കും ഇന്ത്യയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ദളിതർക്ക് ഈ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ യാതൊരു ഗുണവും നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ ഭരണം, കോൺഗ്രസിൻ്റെ ഭരണം ധനികരുടേതായിരിക്കും. ധനികരുടെ ഹിതത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കും. അവരുടെ ഭരണത്തിൽ അസ്പൃശ്യരുടെ ജീവിതം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇതാണ് അംബേദ്കർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇതിൽ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം നമ്മൾ ഒരിക്കലും അംബേദ്കറുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അംബേദ്കറുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസിനെ കുറിച്ചും മറ്റു പല രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ പല വെളിപ്പെടുത്തലുകളും യോഗേന്ദ്രനാഥിനെക്കുറിച്ച് മാത്രമല്ല, അംബേദ്കറെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ എന്തിന് പിന്തുടരാം, മറ്റൊരാളെ എന്തിന് പിന്തുടരണ്ട എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ ചരിത്രവും കൂടി പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഒരാളെയും കൂടെ കോട്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഫിലോസഫർ പറയുന്നത്, തൻ്റെ ഭൂതകാലത്തെ ഓർക്കാൻ കഴിയാത്തവർ അത് ആവർത്തിച്ച് അനുഭവിക്കുവാനായി വിധിക്കപ്പെട്ടവനായിരിക്കും എന്ന ഒരു ചൊല്ലുകൂടിയുണ്ട്. Those who cannot remember their past condemned to repeat it. ഇത് പറഞ്ഞത് ജോർജ് സത്യായൻ എന്ന ആളാണ്. നമ്മളുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലെങ്കിൽ അത് ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ യോഗേന്ദ്രനാഥിൻ്റെയും മണ്ഡലിൻ്റെയും ചരിത്രബോധത്തെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അവർ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുശേഷം വന്ന രാഷ്ട്രീയവും സാമൂഹ്യവും ധനപരവുമായ സാമ്പത്തികവുമായ കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഭാരതത്തിലെ ജനതയ്ക്ക് ബോധമില്ലാത്തത് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തത്? അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുവാനും അതിനെല്ലാം ഉത്തരം നേടി ഇപ്പോഴും ചർച്ചകൾ നടത്തുവാനും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രം ഓർമ്മപ്പെടുവാൻ മാത്രമുള്ള കാര്യങ്ങളായി നമ്മളുടെ മുൻതലമുറ അനുഭവിച്ച ഏറ്റവും ഗൂഢമായ കാര്യങ്ങൾ, ഏറ്റവും വലിയ കുഴപ്പങ്ങൾ ഈ സമൂഹത്തിൽ, ഈ രാജ്യത്തിൽ നടന്നു എന്ന് നമുക്ക് ഇങ്ങനെ ഓർക്കേണ്ടി വരുന്നത് തന്നെ നമ്മൾ നാളെ ഇതിൽ കൂടുതൽ അനുഭവിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു സംശയവുമില്ല. അതിന്ന് യൂറോപ്യൻ ജനത അനുഭവിക്കുന്നു, നാളെ കേരളവും അനുഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചരിത്രത്തെക്കുറിച്ച് ഇങ്ങനെയെങ്കിലും ഓർക്കുവാൻ ഇടയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, അത് ഹിന്ദിയിൽ നിന്നാണെങ്കിലും ഇംഗ്ലീഷിൽ നിന്നാണെങ്കിലും വരിക തന്നെ വേണം. ഇത്തരം പുസ്തകങ്ങളെ ചരിത്രം പഠിക്കുക മാത്രമല്ല, നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രം മാത്രം പഠിക്കുകയല്ല, സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും നാളെ നമ്മളുടെ അടുത്ത തലമുറയ്ക്കുണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്ത് തടയുവാനുള്ള ആയുധമായി ഇത്തരം പുസ്തകങ്ങളെ എങ്ങനെ നമ്മൾ ഉയർത്തണം അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിക്കാട്ടണം എന്നുകൂടി ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഈ പുസ്തകങ്ങൾ 10 എണ്ണം വെച്ചെങ്കിലും മേടിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്കിത് നൽകി അവരിലും ഇത്തരത്തിലുള്ള ചരിത്രബോധം, നമ്മളുടെ മുൻ തലമുറ അനുഭവിച്ച കുഴപ്പങ്ങൾ എന്തായിരുന്നു എന്നും അതിനെ അവർ നേരിട്ടപ്പോൾ അവരെങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തലമുറയെ രക്ഷിക്കുവാനെങ്കിലും അല്ലെങ്കിൽ അടുത്ത തലമുറ അകപ്പെടാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും അവർക്ക് ഒരു മോചനം ലഭിക്കുവാനുമായിട്ടുള്ള ഒരു തുടക്കമാവട്ടെ ഇത്തരത്തിലുള്ള പുസ്തകമെന്നും ഇത്തരത്തിലുള്ള പുസ്തകം കൂടുതൽ പ്രസിദ്ധീകരിക്കുവാൻ കുരുക്ഷേത്രയ്ക്കും ഇതുപോലുള്ള പുസ്തകങ്ങൾ കൂടുതൽ വിവർത്തനം ചെയ്യുവാനും സ്വന്തം പുസ്തകങ്ങൾ എഴുതുവാനും ജയശ്രീ ചേച്ചിക്ക് കഴിയട്ടെ എന്നും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ഗ്രന്ഥത്തെ ഹിന്ദിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി മലയാളികൾ വായിക്കേണ്ട ഭാഗത്തെ നൽകിയ യേശു ടീച്ചർ നമ്മോട് സംസാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കുരുക്ഷേത്ര പ്രകാശൻ MD ശ്രീ കാഥ സുരേന്ദ്രൻ, പുസ്തകം പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ A.P. അഹമ്മദ് സാർ, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ശിവശങ്കർജി, ബഹുമാനപ്പെട്ട ശ്രീ B. വിദ്യാസാഗരൻ സാർ,
ബഹുമാന്യനായ ശ്രീ PS അരവിന്ദാക്ഷൻ നായർ സാർ, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഒരു കാര്യം പറയട്ടെ. വളരെയധികം സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം 2 വർഷക്കാലമായി ഞാൻ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന, ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയുടെ ഒരു രൂപം, ഒരു പുസ്തക രൂപം ഇന്ന് ഇവിടെ പ്രകാശിതമാവുന്നതിൻ്റെ ആ ഒരു സന്തോഷം അത് വളരെയധികമുണ്ട്. ഞാൻ എല്ലാവരോടുമായി അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം, പബ്ലിഷർ കുരുക്ഷേത്ര പ്രകാശനാണ്. കുരുക്ഷേത്ര പ്രകാശനം ഭാരതീയ വിചാര കേന്ദ്രവും കൂടിയാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട AP അഹമ്മദ് സാർ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു. പുസ്തകത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതിലേക്കൊന്നും കിടക്കേണ്ട കാര്യമില്ല. കാരണം കാഭ സുരേന്ദ്രനും AP അഹമ്മദ് സാറും ശിവശങ്കർ സാറും ഇവരെല്ലാവരും പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഈ പ്രക്രിയയെ ഒരു പുസ്തകമാക്കിയ കുരുക്ഷേത്ര പ്രകാശനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം നമ്മൾക്ക് ഇപ്പോൾ വായിക്കാൻ കിട്ടിയിരിക്കുന്ന രീതിയിൽ ഇതിനെ സമ്പന്നമാക്കിയതിൽ, സുഘടിതമാക്കിയതിൽ, സുസജ്ജമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയുണ്ട്. കുരുക്ഷേത്ര പ്രകാശന്റെ ചീഫ് എഡിറ്റർ ശ്രീ അമൃതരാജ്. അദ്ദേഹം നമ്മുടെ ഈ മൂലകൃതിയിൽ ഏതെല്ലാം പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, പ്രത്യേക വ്യക്തികളെ പരാമർശിച്ചിട്ടുണ്ടോ, പ്രത്യേക സംഘടനകളെ പരാമർശിച്ചിട്ടുണ്ടോ, അവയെക്കുറിച്ചെല്ലാം അടിക്കുറിപ്പ് തയ്യാറാക്കി ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതെല്ലാം തേടി പിടിച്ചു. ഉദാഹരണത്തിന് പൂനാക്കര, ലാഹോർ പ്രമേയം, ഹരിജൻ സേവാ സംഘം, ഇങ്ങനെ ഏതെല്ലാം വ്യക്തികളും സംഭവങ്ങളും സംഘടനകളും ഈ മൂലകൃതിയിൽ പരാമർശിക്കപ്പെടുന്നുണ്ടോ അവയെക്കുറിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ ശ്രീ അമൃതരാജ് കണ്ടെത്തി അദ്ദേഹം ഈ മലയാള വിവർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ഈ പുസ്തകം വായിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ശ്രീ അമൃതരാജിനോട് വിവർത്തക എന്ന നിലയിൽ എനിക്കുള്ള അങ്ങേയറ്റത്തെ സന്തോഷവും നന്ദിയും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏറ്റവും സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. ശ്രീ AP അഹമ്മദ് സാർ, താങ്കൾ എൻ്റെ വിവർത്തനത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ അങ്ങേയറ്റം വിലമതിക്കുന്നു. എനിക്കത് വളരെയധികം പ്രചോദനമാണ്, പ്രേരണയാണ്, സന്തോഷമാണ്. ശിവശങ്കർ സാർ, ഞാനൊരു ചതി ചെയ്തു എന്ന് പറഞ്ഞു. അത് ഒരിക്കലും ഒരു ചതിയല്ല. കാരണം എൻ്റെ ഗുരുനാഥരെ, എൻ്റെ സുഹൃത്തുക്കളെ ഒക്കെ ഈ ചടങ്ങിലേക്ക് വിളിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്, എൻ്റെ ഒരു സന്തോഷമാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് പേരെടുത്ത് എല്ലാവരെയും പറയണമെന്നുണ്ട്. പക്ഷേ കാബാജി എനിക്ക് 6 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 6 മിനിറ്റിൻ്റെ പരിധി എനിക്ക് ലംഘിക്കാൻ സാധിക്കില്ല. എല്ലാവരോടും എൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ എൻ്റെ എന്ന് പറയുന്നത് കുറച്ചൊരു കടുത്ത കൈയാണെന്നറിയാം. മൂലകൃതി എൻ്റേതല്ല, ഞാൻ
പരിവർത്തനമാണ് ചെയ്തത്. എന്നാൽ പോലും ഞാൻ അതെന്റെ സ്വന്തമായിട്ടാണ് കരുതുന്നത്. ഈ പുസ്തക രചനയില്, ഈ പരിഭാഷയില് പ്രകാശനം നിർവഹിക്കുന്ന ഈ സമയത്ത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും സാന്നിധ്യം, ഓരോരുത്തരുടെയും സാന്നിധ്യം എനിക്ക് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്, അങ്ങേയറ്റം സന്തോഷമുള്ളതാണ്. ഓരോരുത്തരോടും എല്ലാവരോടും എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി കുരുക്ഷേത്ര പ്രകാശനോടും ഭാരതീയ വിചാര കേന്ദ്രം എറണാകുളം ഘടകത്തോടും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. നമസ്കാരം. ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചോദ്യങ്ങളോ പ്രസ്താവനകളാണെങ്കിൽ വളരെ ചുരുക്കി രണ്ടോ മിനിറ്റുകൾ, കാരണം കൂടുതൽ പേർക്ക് പങ്കാളികളാകാൻ വേണ്ടി. ഒരു ചോദ്യം വന്നത് ഞാൻ വൈക്കം അഹമ്മദ് മാഷോടാണ്. അംബേദ്കർ ഭാരത വിഭജനത്തിനും ബംഗാൾ വിഭജനത്തിനും അനുകൂലമായിരുന്നു എന്ന് എന്നോട് ചില സ്നേഹിതർ പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് കൊണ്ട് ഹരിജനങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുമെന്ന് അംബേദ്കർ വിശ്വസിച്ചിരുന്നു. ബഹുമാന്യരായ സഖാവ് ലെനിൻ, അത് ഒരു ചോദ്യം. ബഹുമാന്യരായ സഖാവ് ലെനിനും സഖാവ് സ്റ്റാലിനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഗാന്ധിജിയോട് നിങ്ങൾ എതിർക്കരുത്, ഭാരതീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയ ഒരു മഹാനായിരുന്നു അവർ. ഈ കൂട്ടായ്മയിൽ വെച്ച് മറുപടി പറയാൻ പറ്റുമോ എന്ന് വിശ്വസ്തയോടെ മുഹമ്മദ് നസീർ. നമസ്കാരം. ഞാൻ നേരത്തെ തന്നെ 10 മിനിറ്റ് അധികം എടുക്കുമെന്ന് അവസരം പറഞ്ഞു. അതുകൊണ്ട് ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല, 1 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല. ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞത്, പ്രഭാഷണങ്ങളെ കുറിച്ച് പറഞ്ഞ ചോദ്യങ്ങൾക്കും ബാധകമാണ്. ഏതൊരു സംവാദത്തിലും ചോദ്യങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഒരു ചോദ്യം കിട്ടാനാണ്. ഞാൻ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറഞ്ഞേക്കാണ്. ഞാൻ ഈ ചോദ്യങ്ങളോടുള്ള എൻ്റെ ഒരു പ്രതികരണം പറയാൻ അവസാനത്തേതാവണമെന്നില്ല, മറിച്ച് പറയാനുള്ളവർക്ക് ചേർത്ത് പറയാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ വിഭജനത്തെ എതിർക്കാത്തവർ ഇന്ത്യയിൽ ആരുമില്ല. പ്രമുഖരൊക്കെ എതിരായിരുന്നു. മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും പാകിസ്ഥാൻ പ്രമേയവും ഒഴിച്ചാൽ ബാക്കി എല്ലാവരും വിഭജനത്തിന് എതിരായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ മഹാത്മാഗാന്ധി പോലും ഗത്യന്തരമില്ലാതെ അനുകൂലിച്ചത് കൊണ്ട് മാത്രമാണ് വിഭജനം നടന്നത്. അത് അംബേദ്കർക്കും ബാധകമാണ്. രണ്ടാമത്തെ ചോദ്യം വരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരോട് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചാര്യന്മാർ നിങ്ങൾ പോയി ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കണം, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടത് തീർച്ചയായിട്ടും ലെനിൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാവാം. പറഞ്ഞ ഒരാളുണ്ട്, പറഞ്ഞത് ഞാൻ പലതവണ കണ്ട ഒരാളുണ്ട്. അത് കോച്ചിങ്ങിനാണ്. വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന, അതുവഴി ലോകത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചാര്യനായിരുന്ന കോച്ചിങ് ഒരിക്കൽ ഇന്ത്യയിൽ നിന്നൊരു ഡെലിഗേഷൻ ചെന്നു. ആ ഡെലിഗേഷൻ നയിച്ചിരുന്നത് സഖാവ് കെ ദാമോദരനാണ്. കെ ദാമോദരന്റെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ ലോകത്തെ പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ചെന്ന കൂട്ടത്തിൽ വിയറ്റ്നാമിൽ ചെന്ന് ഹോച്ചിമിനോട് സംസാരിച്ചു. ഹോച്ചിമിന് സ്വാഭാവിക ചോദ്യം ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന പ്രോലിറ്റേറിയൻസ് ഉള്ള ഒരു നാട്ടിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പച്ചവിരിക്കാത്തത്? അപ്പൊ പാർട്ടി പഠിപ്പിച്ചു വെച്ച കുറെ ഉത്തരങ്ങൾ അവരിങ്ങനെ പറഞ്ഞു നോക്കി, അത് ഇങ്ങനെയാണ്, പ്ലീസ് നിർത്താൻ പറഞ്ഞു ഹോച്ചിമിൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്കറിയാം എന്താ കാരണം. ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ ശക്തിയും ദൗർബല്യങ്ങളും ശക്തിയാക്കി മാറ്റിയ ഒരാൾ ഇന്ത്യയിലുണ്ട്. അയാൾ ഇപ്പോഴും നിങ്ങൾക്ക് ശത്രുവാണ്. നമ്മൾ ഓർക്കണം, അയാൾ ഇപ്പോഴും നിങ്ങൾക്ക് ശത്രുവാണ്. അയാളെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് MK ഗാന്ധി എന്താണ് എന്ന് ഹോച്ചിമിൻ പറഞ്ഞയക്കുന്നുണ്ട്. ഈ വിവരം സത്യസന്ധമായിട്ട് എഴുതിയത് വരാറുമില്ല. ഡോക്ടർ താരിഖ് അലി എന്നൊരു ലോകപ്രസിദ്ധനായ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അദ്ദേഹം കേരളത്തിൽ വന്ന് കെ ദാമോദരനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം മെമ്മയർ ഓഫ് ആൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ ഡോക്ടർ താരിഖ് അലി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ആരോടും പോയി ഉദ്ധരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാണ്. അപ്പോ
കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ പലരും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ളത് ഹോച്ചിമിൻ പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും പല കാര്യങ്ങളും എന്നതുപോലെ അക്കാര്യത്തിലും കുറച്ച് വൈകിപ്പോയി, കുറച്ചല്ല വല്ലാതെ വൈകി. പറഞ്ഞതിനോട് ജസ്റ്റ് ടിപ്പണി മാത്രം കൂട്ടിച്ചേർക്കാണ്. സോഴ്സിനായിട്ട് പറഞ്ഞ സോഴ്സ് കുറേ ക്ലാസ്സുകൾ നമ്മൾ എഴുതാണ്ടി വരുന്നത് അക്കാഡമിയിലും മീഡിയയിലും എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം വാരികയിൽ ഒരു 10 വർഷത്തിന് 20 വർഷത്തിനിടയ്ക്ക് ലക്നൌവിലൊക്കെ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ പേര് ശർമ്മ നായരുടെ പേര് ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആത്മകഥ പറഞ്ഞിരുന്നു, സീരിയലൈസ് ചെയ്തിരുന്നു. ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് ഇതില്ല, PDF മറ്റും എടുക്കാം, PDF ഉണ്ടാവുന്നു.